ഈ ധിക്കാരത്തെക്കുറിച്ച് ഈ ധിക്കാരം ഇവർ കാട്ടിയപ്പോൾ ഒരു 8 ദിവസത്തെ ഗ്യാപ്പ് അവിടെ ഇട്ടു കൊടുത്തു. ഓരോ ദുരന്തങ്ങൾക്കും ഇടയിൽ 8 ദിവസത്തെ ഗ്യാപ്പായിരുന്നു. തൂഫാനും ജറാദും കുമ്മലും വഫാദിയും ദമും, ഈ പറഞ്ഞ ദുരന്തങ്ങൾക്കിടയിലൊക്കെ 8 ദിവസത്തെ ഗ്യാപ്പായിരുന്നു. പഠിക്കാൻ മാത്രമുള്ള ഒന്ന് ചിന്തിക്കാനുള്ള ഗ്യാപ്പ്. ആ 8 ദിവസം കഴിഞ്ഞപ്പോ പിന്നീട് അല്ലാഹു തആല അതാ വൽ ജറാ, വെട്ടുകിളികളെ പറഞ്ഞയച്ചു. വെട്ടുകിളികൾ ഇങ്ങനെ അങ്ങോട്ട് വന്നു വീണു. ഇതെന്തിനാ അറിയോ? ഇവരിപ്പോ ഈ അഹങ്കാരത്തിലാണല്ലോ. ഈ അഹങ്കാരത്തിലാണ് ഞങ്ങൾക്ക് കൊയ്തെടുക്കാൻ മാത്രം നെല്ലും ഗോതമ്പും ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിലാ. വെട്ടുകിളികൾ ഇങ്ങനെ കണ്ട് വന്നിട്ട് കതിരുകൾ ഇങ്ങനെ മുറിച്ചങ്ങോട്ട് കൊണ്ടുപോയി. ഓരോ വെട്ടുകിളിയും കൊണ്ടുപോയത് 3 വീതം കതിരുകളാണ്. അതിന്റെ കൊക്കിലൊന്ന്, 2 കാലിലൊന്ന് ഇറുക്കി പിടിച്ച പറന്നു പോവുകയാണ്. ഇത് എങ്ങനെയാ വന്നു വീഴുന്നത്? 1 2 അല്ല. നമ്മൾ മോടം വിതച്ചാൽ ആ പാടത്ത് പ്രാവ് വന്നിറങ്ങിയാൽ അവിടെ തപ്പിൽ കൊട്ടിക്കൊണ്ട് ആ പ്രാവിനെ വിരട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ട്. ആലോചിക്കുക, ഇത് ഒരു കൂട്ടം പ്രാവ് വരുമ്പോ ഒരു 50 പ്രാവ് ഉണ്ടാവുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇത് അതല്ല, എത്രയാണ് എന്ന് എണ്ണാൻ കഴിയുന്നില്ല. ഒന്ന് വന്നിരിക്കുന്നത് ഭൂമിയിലിരിക്കാൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് മറ്റേതിന്റെ മുകളിലാണ്. അങ്ങനെ ആ ചരിത്രം എഴുതി. ഈ രൂപത്തിൽ വെട്ടുകിളി ശല്യം രണ്ടാമത് അവർക്ക് കിട്ടിയ ദുരന്തമാണ് വെട്ടുകിളി ശല്യം. ഈ വെട്ടുകിളികളെ കൊണ്ട് ഇവർ വല്ലാതെ വലഞ്ഞു. വെട്ടുകിളികൾ ഇങ്ങനെ എടുത്തു പോയപ്പോ ഇവർക്ക് മനസ്സിലായി ഇത് തീരും, ഇപ്പൊ ഇത് തീർന്നു പോകും. നമ്മൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞില്ലെങ്കിൽ തീരുപ്പര് മൂസാ നബിന്റെ അടുത്ത് വരുന്നു, പറയുന്നു, യാ മൂസാ ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ലഇൻ കശഫത അന്ന الرجز ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനീ ഇസ്രായീൽ. മൂസ ഒന്ന് ദുആർക്കടാ, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചോളാം, ബനീ ഇസ്രായേലിനെ ഞങ്ങൾ മോചിപ്പിച്ചോളാം. ഇവര് പറയാണ്. നിങ്ങൾ ഈ കഥ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പക്ഷെ തോന്നിപ്പോവും നിങ്ങൾക്ക് മൂസാ നബിയും തരക്കെടില്ല, പഠിച്ചവനും തരക്കെടില്ല. ചിലപ്പോ തോന്നിപ്പോകും, കാരണം അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. എന്താണെന്നറിയോ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ധിക്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിന്റെ പൂർണ്ണ ചിത്രം പഠിച്ചോ അങ്ങനെ കാണിച്ചു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം മൈതാനത്തേക്ക് ഇറങ്ങി നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള അത്ഭുത സിദ്ധിയുള്ള ആ വടി, ഇട്ടാൽ പാമ്പാകുന്ന വടി, അത് മശ്രിഖിന്റെ ഭാഗത്തേക്ക്, കിഴക്കുഭാഗത്തേക്ക് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഒന്നങ്ങോട്ട് ഇശാറത്താക്കി. എന്ന് പറഞ്ഞാൽ വെട്ടുകിളികളോടൊക്കെ പോകാൻ വേണ്ടി എല്ലാവരും പൊയ്ക്കോളൂ എന്നുള്ളത്. എല്ലാ വെട്ടുകിളികളും ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പറന്നു. തീർന്നു, ഈ ശല്യം അവസാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ല ഇനി എന്താ പരിപാടി? ഇപ്പൊ രണ്ടാമത്തതാണല്ലോ, രണ്ടാമത്തെ പരീക്ഷണമാണ്. നിങ്ങളുടെ ഏർപ്പാടെന്താ? നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ലേ? മടങ്ങാൻ തയ്യാറല്ലേ? ഇവര് പറഞ്ഞു, അവരുടെ കൗമിനോട് ഇവർ പറഞ്ഞു, വേഗം ഇറങ്ങൂ, എല്ലാവരും മുണ്ടും മാറ്റിയേ വേഗം വയലിലിറങ്ങുക. അങ്ങനെ മുണ്ടും മാറ്റി വയലിലിറങ്ങി ഇതൊക്കെ കൊയ്തെടുത്ത് മെതിച്ച് ചാക്കിൽ കെട്ടി അകത്തങ്ങ് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മൂസേ ഇനിയും നീയും നിന്റെ റബ്ബും കണ്ടത് കൂട്ടിക്കോ. കാരണം ഇവർക്ക് ധൈര്യമായി, കാരണം സാധനമൊക്കെ മുറിച്ച് കൊയ്തെടുത്ത് പാത്രത്തിലായല്ലോ, ഇനി ആരും വരില്ല എന്ന ഒരു ധൈര്യം അതിലാ ഇത് പറഞ്ഞത്. അപ്പോഴാണ് ഇവരാലോചിക്കാത്ത ഒരു മഹാദുരന്തം വരുന്നത്. ഒരു തരം പുഴുശല്യമാണ് പിന്നെ അവർക്ക് കൊടുത്തത്, ഒരു തരം പുഴു. അത് ഇവരുടെ എല്ലാ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ധാന്യ ചാക്കുകളിൽ ഇത് കയറി ശരീരങ്ങളിലുണ്ട്. ശരീരങ്ങളിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഈ പറ്റുപേന, ഈ ഒരു തരം പുഴുക്കള്, അത് ഇവരുടെ ചോര മുഴുവനും ഊറ്റിക്കുടിക്കുകയായിരുന്നു. എല്ലാവരും ചോരയില്ലാതെ വിളർത്തുപോയി. എല്ലാവരുടെ ശരീരങ്ങളും ആരോഗ്യപരമായി അവർക്ക് ക്ഷീണമായി. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നേരത്തെ കെട്ടിവെച്ച ചാക്കു ചെന്ന് അഴിച്ചു നോക്കുമ്പം വെറും ഉമിത്തകിടുകളാണ്. ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ അകത്ത് കയറി പുഴുക്കൾ തിന്നുകളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീരവാദമൊക്കെ വെറുതെയായി എന്നവർക്ക് ബോധ്യപ്പെട്ടു. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിനോട് കളിച്ചാൽ ഇങ്ങനെയാണ്. അള്ളാഹു ടെസ്റ്റ് ഡോസ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് പറഞ്ഞത് നോക്ക് നിങ്ങൾ, ഒന്നിനു ശേഷം ഒന്ന്, അതിനുശേഷം വേറെ ഒന്ന്. അങ്ങനെ ഇവർ പറഞ്ഞു, ഓ മൂസേ, ഇതും ഒരു ശല്യമായി തീർന്നല്ലോ. നീ ഒന്ന് ദ്വാരക്കോ, ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അംഗീകരിക്കുന്നു. മൂസാ നബി പറഞ്ഞു, ഒരു കാര്യം, നിങ്ങൾ കുറെ ഇങ്ങനെ കളിപ്പിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവണം, പറഞ്ഞാൽ ആ വാക്കു പാലിക്കണം. ഞങ്ങൾ പാലിക്കാം, ഉറപ്പാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഈ അദാബ് എന്തായാലും ഉയർന്നു കിട്ടണം. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ അദാബും ഉയർന്നുപോയി.
എല്ലാ പുഴുക്കളും ചത്തൊടുങ്ങി. ആ പുഴുക്കളെയൊക്കെ അവർ തട്ടിക്കൊട്ടി എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് അവർക്ക് സന്തോഷമായി. ഇപ്പോൾ പുഴുശല്യമില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഇനി എന്താ പരിപാടി, ഭാവി പരിപാടി? അപ്പോഴാണ് ഇവർ പറഞ്ഞത്, മിസ്റിന്റെ ഭാഗത്ത് ഏതാനും വയലുകൾ ഇനിയും ബാക്കിയുണ്ട്. ആ കൃഷിയിടങ്ങളിൽ ചെന്ന് നമുക്ക് അതും കൂടെ മുറിച്ചു വെക്കാം. അത് മുറിച്ചു വെച്ചു. എല്ലാവരും കൂടെ പങ്കുവെച്ചപ്പം കുറച്ചേ ഉള്ളൂ. അങ്ങനെ ഇത് പങ്കുവെച്ചതിന്റെ ശേഷം ഇവർ മൂസാ നബി അലൈഹിസ്സലാമിന് തീരുമാനം കൊടുത്തു. ഫറോവയും കൂട്ടരും കൊടുത്ത തീരുമാനം നോക്കിക്കോ. ഹാദാ യക്ഫീനാ ലിഅമിനാ ഹാദാ. ഒരു കൊല്ലത്തിന് തൽക്കാലത്ത് മതി മൂസേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു കൊല്ലത്തിനുള്ള ഇപ്പൊ അത്തായിട്ടുണ്ട്, വേറൊരു ഇത് കൊണ്ടെന്ന് വെച്ചതാണ്, അത് കഴിഞ്ഞിട്ട് ചിന്തിക്കാം. അപ്പോഴാണ് അല്ലാഹു തആല 8 ദിവസത്തെ ഗ്യാപ്പ് വെച്ച് വീണ്ടും കൊടുത്തു. വല്ലാത്തൊരു ശല്യം, രസകരമായൊരു ശല്യമാണ് അല്ലാഹു അവർക്ക് കൊടുത്തത്. തവള ശല്യം. എവിടെ നോക്കിയാലും തവള. ഭക്ഷണമൊക്കെ പാചകം ചെയ്തിങ്ങ് പോന്നു, പിന്നെ ചെന്ന് കലം തുറന്നു നോക്കുമ്പോ തവളകൾ ഇങ്ങനെ തിളക്കായിരിക്കും. എന്താ തിന്നുക? തവളകളാ. ഇങ്ങനെ നോക്കിയാൽ ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണ്, ഒരു കസേരയിൽ ഇരിക്കുക. ആ കസേരയിൽ ഇരിക്കുമ്പോ ഒരു കുഴപ്പമില്ല, പക്ഷെ ഇരുന്നാൽ തവള ഉള്ളിൽ കുടുങ്ങുന്നു. ഇതിന്റെയൊക്കെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇവരെന്ത് ചെയ്യും? സംസാരിക്കുക പോലും ചെയ്തിരുന്നില്ല. കാരണം ഗ്യാപ്പ് കിട്ടുന്നിടത്തേക്കൊക്കെ തവളകൾ ഇങ്ങനെ ചാടിയിരിക്കുകയായിരുന്നു. തഫ്സീർ ഗ്രന്ഥങ്ങൾ അത് വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സംസാരിക്കാറില്ലായിരുന്നു. സംസാരിച്ച വായിലേക്ക് തവള ചാടുന്ന പേടിച്ചിട്ട് എല്ലാവരും ആംഗ്യ ഭാഷയിൽ മുഴുവൻ പൊട്ടന്മാരെ പോലെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഇങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിലാണ് ഒരാൾ ധൈര്യപൂർവ്വം പറഞ്ഞു, ഞാൻ സംസാരിക്കും, എന്താ വരികയെന്ന് നോക്കട്ടെ. ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഇയാൾ വായിന്ന് തുറന്നപ്പോഴേക്ക് ഒരു തവള വായിലേക്ക് എടുത്തങ്ങ് ചാടി. ആ തവളയെ പിടിച്ച് ഇയാൾ കൊന്നിട്ടു. കൊന്നപ്പം വീണ്ടും ഒരുപാട് തവളകൾ അവിടെ പുതിയത് ജനിച്ചു. ആ ഒന്നങ്ങ് കൊന്നപ്പം 100 എണ്ണം അവിടെ അങ്ങ് ജനിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ആരും തവളയെ തൊട്ടുപോകരുത്, ഇനി ആരും തവളയെ ഉപദ്രവിക്കരുത്. കാരണം ഉപദ്രവിച്ച് ഞാൻ പാഠം പഠിച്ചു. ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കിയപ്പോ 100 എണ്ണം അവിടെ അങ്ങോട്ടുണ്ടായി. അതുകൊണ്ട് ഈ പണിയൊന്നും നടക്കില്ല. അങ്ങനെയാണ് അവരവസാനം മൂസാ നബി അലൈഹിസ്സലാമിനെ സമീപിക്കുന്നത്. അവസാനത്തെ കൈക്ക് അവിടെ തന്നെ എത്തി. എന്നിട്ട് പറഞ്ഞു, യാ മൂസ ദുഉ ലനാ റബ്ബക്, മൂസേ ഞങ്ങൾക്ക് ദുആ ചെയ്തു തരുമോ? ഈ അദാബ് നീക്കി തന്നാൽ. ഇതൊരു വല്ലാത്ത അദാബാണ്. ഇത് നീക്കിക്കളയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്, ബനീ ഇസ്രായേലിനെ വിട്ടുതരാൻ തയ്യാറാണ്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി ദുആ ചെയ്തപ്പോൾ തവളകളെല്ലാം ചത്തൊടുങ്ങി. മുഴുവൻ തവളകളും. ഇപ്പൊ രംഗം ശാന്തമായി. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മക്കളെ, ഇത് അവസാനത്തെ കഥയാണ്. ഇനി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോഴാണ് ഇവർ പറഞ്ഞത്, ഞങ്ങളൊന്ന് യോഗം കൂടട്ടെ. യോഗം കൂടുന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? ഫറോവയുടെ അധ്യക്ഷതയിലാണ്. ഫിർഔനിന്റെ അധ്യക്ഷതയിലല്ലേ യോഗം കൂടാനുള്ളത്? ഫറോവ വിളിച്ചു വരുത്തി. അവന്റെ അധ്യക്ഷതയിൽ യോഗവും കഴിഞ്ഞ ഫറോവ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ രാജ്യം മുഴുവൻ കുട്ടിച്ചോറാക്കിയ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞ ഈ ആളുടെ കൂടെ, മൂസയുടെ കൂടെ ഇനിയും നിങ്ങൾ പോകണോ? ഇതൊക്കെ റബ്ബിന്റെ വികൃതിയാണെന്ന് പറഞ്ഞ് അവൻ നിങ്ങളെ ഞെട്ടിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അതിന് പേടിക്കാൻ പാടില്ല, ധൈര്യമായിട്ട് നിന്നോളൂ, സൗകര്യമില്ല എന്ന് പറയാം. അങ്ങനെ ആ സൗകര്യമില്ല എന്ന് പറഞ്ഞത് അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞത്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പഠിച്ചോനെ, ഇനി നീ കണ്ടത് കാട്ടിക്കാളാ. ഇവരിങ്ങനെയാ പറയുന്നത്. അപ്പൊ ഒരു ഘട്ടവും കൂടെ അല്ലാഹു പരീക്ഷിക്കാണ്. രക്തം, പ്യൂർ ചോര അങ്ങോട്ട് ഇറങ്ങി. മഴ പെയ്യുന്നത് മുഴുവനും ചോരയാണ്. കിണറുകളൊക്കെ ചോരയാണ്, കുളങ്ങൾ ചോരയാണ്. എന്നാൽ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയോ നിങ്ങൾ? മൂസാ നബി അലൈഹിസ്സലാമിനെ അവിശ്വസിച്ചവരുടെ വീട്ടിൽ മാത്രമേ ഇതുള്ളൂ. ഈ ദുരന്തങ്ങളെല്ലാം അവിശ്വസിച്ചവർക്ക് മാത്രം, വിശ്വസിച്ചവർക്കില്ല. അങ്ങനെ എങ്ങാനും ഇതൊക്കെ നടന്നാലോ? നോക്കുങ്ങൾ, ഇതൊരു വല്ലാത്ത കൗമ, നന്നാകാത്തൊരു ടീം തന്നെയാണ്. അതുകൊണ്ടാ നമ്മളൊന്നും അങ്ങനെയല്ല. ഈമാനിന്റെ ഒരു തരിയെങ്കിലും, ഒരു തരിമ്പെങ്കിലും ബാക്കിയില്ലാത്ത ആരും ഉണ്ടാവൂല. ഞാൻ ചോദിക്കട്ടെ, മുണ്ടമ്പ്രയില് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവന്റെ റൂം മാത്രം ഒന്ന് അങ്ങോട്ട് തകർന്നു നോക്കണം. നല്ല നിലക്ക് നടക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. എണീച്ചോടും പള്ളിയിലേക്കല്ലേ? തീർച്ചയായും എണീച്ച് നിസ്കരിക്കാൻ അവൻ തയ്യാറാവും. കാരണം എന്താ? നമുക്കൊരല്പ ഈമാനുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഉപദേശങ്ങളൊക്കെ ഫലിക്കുമെന്ന കാര്യവും നമുക്ക് ഉറപ്പാണ്. ഈ കൗമ കണ്ടോ നിങ്ങൾ, അവിശ്വാസികൾക്ക് ഇവർക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ളവരുടെ കിണറ്റിൽ ശുദ്ധജലമാണ്. എത്രത്തോളം ഒരു ഇസ്രായേലിയും ഒരു കിബുത്തിയും ഉപയോഗിച്ചിരുന്ന കിണർ അത് ശുദ്ധജലമായിരുന്നു. പിന്നെയോ കിബുത്തി ചെന്ന് എപ്പോഴാണോ തന്റെ ബക്കറ്റ് താഴ്ത്തി വെള്ളം കോരുന്നത്, ആ ബക്കറ്റിലുള്ള വെള്ളം ചോര. അങ്ങനെയാണ് കിണറ്റിലെത്തിയാൽ ശുദ്ധജലം. ഇത്രത്തോളം അല്ലാഹു തആല വേറിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നന്നാകാൻ കഴിയാത്ത ഇതൊരു വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണ്. ഇതിന് പറയാൻ പറ്റിയ ഉദാഹരണം തന്നെയാണ്. അങ്ങനെ ഈ കിബുത്തിയും ഇസ്രായേലിയും ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോ ഒരിക്കൽ ഒരു ഇസ്രായേലി ഒരു കിബുത്തി ഒരു ഇസ്രായേലിയോട് പറഞ്ഞോടോ, എടാ ഞാനും നീയും കോരുന്നത് ഒരൊറ്റ കിണറ്റിന്ന്, ഒരൊറ്റ കിണറ്റിന്ന് നമ്മൾ വെള്ളം കോരുന്നത്. പക്ഷെ എന്റെതിന്റെ ഗതി ഇതാണ്, നിന്റെ വെള്ളം നല്ല ശുദ്ധജലം. അതുകൊണ്ടേ നീ 8 ദിവസമായി ചങ്ങാതി വെള്ളം വായിൽ പാർന്നിട്ട്. അങ്ങനെ 8 ദിവസം നീണ്ടു നിന്നു. ഈ ചോര ആകെ ചോരയാണ്, നാട്ടിലാകെ ചോരയാണ്. എവിടെ ചെന്നാലും ജലസംഭരണികളെല്ലാം ചോര, ബ്ലഡ്. ഇത് മാത്രമാണ് എവിടെ ചെന്നാലും കാണാനുള്ളത്. പിടിച്ചോനെ, ഇവൻ പറയാ എനിക്കൊരു മുറുക്ക് വെള്ളം കുടിക്കാൻ, ശുദ്ധജലം കുടിക്കാൻ പൂതിയുണ്ട്, ചോര കുടിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഈ ശുദ്ധജലം കുടിക്കാൻ ഒരു പൂതിയുണ്ട്, ഒരല്പം വെള്ളം തരുമോ? ഇയാള് മനസാക്ഷി മരവിച്ച ആളല്ല. ഇയാള് പറഞ്ഞു ഞാൻ തയ്യാറാണ്, ഞാൻ നിനക്ക് വെള്ളം തരാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഈ വെള്ളം തരുമ്പോ ഞാൻ നിനക്ക് കോരിത്തരാം. ഇവൻ പറഞ്ഞു കോരിത്തരണ്ട, കാരണം എന്റെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതോടുകൂടി ചോരയാവും, എനിക്ക് ഉറപ്പാ. നീ ഒരു കാര്യം ചെയ്തോ എന്നെ. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ നിന്റെ വായിൽ ഒഴിച്ചു തരാം. വേണ്ട, എന്റെ വായിൽ ഒഴിക്കുമ്പോഴേക്ക് അത് ചോരയാകും. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വായിലിട്ട് കൊപ്പിളിച്ചിട്ട് എന്റെ വായിലേക്ക് തുപ്പിത്തരുമോ എന്ന് വരെ ചോദിച്ചു ഒരുത്തൻ. അപ്പൊ ഇവൻ അതിന് തയ്യാറായി. ഇവന്റെ വായിലിട്ട് കൊപ്പിളിച്ചു. അപ്പോഴൊക്കെ ശുദ്ധജലമാണ്. അത് ഇവന്റെ വായിലേക്ക് തുപ്പിക്കൊടുക്കുമ്പോഴേക്ക് കൃത്യമായി ഇവന്റെ വായിലെത്തിയപ്പോഴേക്ക് അത് പ്യൂർ ബ്ലഡായി മാറി. നോക്കൂ നിങ്ങൾ, എന്താണ് ദുരന്തം. ഈ ദുരന്തം കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇവര് വന്ന് ഇത് ഉയർത്താൻ വേണ്ടി ദുആ ചെയ്യണം, നന്നാവാമെന്ന് പറഞ്ഞത്. മൂസാ നബി പറഞ്ഞു സൗകര്യമില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എത്രയായി നിങ്ങൾ ഈ നട്ടിങ്ങൊഴിയും പറയിപ്പിക്കാൻ തുടങ്ങിയിട്ട്? എത്രയായി നിങ്ങൾ മടങ്ങാം 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 എന്ന് പറഞ്ഞത് നിഷേധിക്കാൻ തുടങ്ങിയിട്ട്? എല്ലാ കരാറുകളും നിങ്ങൾ ലംഘിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നടക്കില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെയാണ് അവര് ഫറോവയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം കൂടുന്നത്. ഫറോവ പറഞ്ഞ് ഈ നാട് മുഴുവനും നശിപ്പിച്ച മൂസയുടെ പിന്നാലെ എന്തായാലും പോവണ്ട. അല്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മൂസയുടെ റബ്ബിന്റെ കളിയാണ്? അല്ല, ഇതൊക്കെ പ്രകൃതിയുടെ വികൃതിയാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും കാരണം പറയാറുള്ളത് അങ്ങനെയാണ്, പ്രകൃതിയുടെ വികൃതി എന്നാണ്. എന്നാൽ അതേ രൂപത്തിൽ പറഞ്ഞു ഇതൊക്കെ പ്രകൃതിയിലുള്ള എന്തോ ഒരു ചേഞ്ചിങ് ആണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ശുദ്ധജലം തരാം. അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയുന്ന ഫറോവ അത് പറയുമ്പോ അവർക്ക് സന്തോഷമുണ്ട്. അവർ പറഞ്ഞു അത് മതി രാജാവേ, മഹാരാജാവ് ഞങ്ങൾക്ക് വെള്ളം തരുമെങ്കിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. എന്നാ ശരി, ഞാൻ തരാം. ഇതൊക്കെ കിണറ്റിലും കുളത്തിലും ഒക്കെ എന്തോ പ്രശ്നം, എന്നാ മോമിനിങ്ങളുടെ കിണറ്റിലും ഒരു പ്രശ്നവുമില്ല. ഏതായാലും ഇവൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു കുറച്ച് പച്ചില അങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ ആ പച്ചില കുത്തിപ്പിഴിഞ്ഞ് നിങ്ങൾക്ക് ശുദ്ധജലം കുടിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ നീര് കുടിപ്പിക്കാം. എന്നിട്ട് മൂസയുടെ മുഖത്ത് നോക്കി നമുക്ക് പല്ലിളിക്കണം, മൂസയെ പരിഹസിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടാക്കണം. ഇവരൊരു കെട്ടു തോല് തന്നെ അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്തു. എന്താ രാജാവേ? അപ്പൊ അത് പിഴിയാൻ പറഞ്ഞു, കുത്തിപ്പിഴിയാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ പിഴിയുന്നില്ല, കാരണം ഞങ്ങൾ പിഴിഞ്ഞാൽ ഞങ്ങളെ കയ്യിന്റെ കേടാന്ന് പറയണ്ട, നിങ്ങൾ എന്നെ പിഴിഞ്ഞു. അങ്ങനെയാണ് ഫറോവ എടുത്ത് അതിങ്ങനെ അങ്ങോട്ട് ശരിക്കങ്ങോട്ട് ഞെക്കി പിഴിഞ്ഞപ്പോൾ അതാ വരുന്നു. ഏത്? പച്ചിലയിൽ നിന്ന് വരുന്നത് നല്ല ചുവന്ന ചോരത്തുള്ളികള്. ഫറോവ നാണക്കേട് കൊണ്ട് തലയങ്ങോട്ട് താഴ്ത്തി. ഒരു റബ്ബിന്റെ ഗതികേടായത്. അങ്ങനെ റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞ പടച്ചോന്റെ ഗതികേടായത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം മനുഷ്യത്വമുള്ളത് കൊണ്ട്, സ്നേഹത്തിന്റെ നീരുറവ പറ്റാത്ത ഹൃദയത്തിന്റെ ഉടമയാണ്, സഹൃദയനാണെന്നതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ദ്വാരുന്നു, പടച്ചോനെ ഇനി ഭാവിയിൽ വരുന്ന കൗമിനൊരു നഷ്ടമാവണ്ട, അവർക്ക് ഇതൊരു വലിയ ദുരന്തമാകണ്ട, ഈ കിണറുകളൊക്കെ നീ ശുദ്ധീകരിച്ച ആളാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു ശുദ്ധീകരിച്ചു. പ്രശ്നം സ്വയം എടുത്തു കളഞ്ഞു. എന്നതിന്റെ ശേഷം അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ
ഖൗമിന്റെ കൂടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ജനതയുടെയും കൂടെ ഇവരെ അതാ പിന്നാലെ കൂടിച്ചു. അങ്ങനെ പോയി നൈൽ നദി കടന്നു. നൈൽ നദി കടക്കുമ്പോ മൂസാ നബി അലൈഹിസ്സലാമും സംഘവും അക്കരയെത്തി. ഇവര് നൈൽ നദിയുടെ നടുക്കെത്തുമ്പം ഫറോവയെയും കൂട്ടരെയും ഫഅഗ്റഖ്നാഹും ഫിൽ യം. ഖുർആൻ പറഞ്ഞു അവസാനം കണ്ടോ, ആദ്യം കൊടുത്തൊക്കെ ടെസ്റ്റ് ഡോസാണ്. അതാണ് അവസാനത്തെ ഫൈനൽ തീരുമാനം. ഫഅഗ്റഖ്നാഹും അവരെ നമ്മൾ മുക്കിക്കൊന്നു ഫിൽ യമ്മി കടലിലിട്ട്, നൈൽ നദിയിലിട്ടിട്ട് അവരെ നമ്മൾ മുക്കിക്കൊന്നു. ബിഅന്നഹും കദ്സബു ആയാതിന, നമ്മുടെ ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അതിനെ മുഴുവനും അവർ കളവാക്കി. വകാനു അൻഹാ ഗാഫിലീൻ, അതിനൊന്നും അവരൊരു നിരയും വലയും കൽപ്പിച്ചില്ല. അതിനെ തൊട്ടൊക്കെ അവർ അശ്രദ്ധരായി പോയി. ആ കാരണം കൊണ്ട് അവരെ മുഴുവനും അങ്ങോട്ട് നശിപ്പിച്ചു. ധിക്കാരി വർഗത്തെ നശിപ്പിച്ചിട്ട് പാവപ്പെട്ട സമുദായത്തെ നമ്മൾ കാര്യക്കാരാക്കി മാറ്റി. വഔറസ്നൽ ഖൗമല്ലദീന കാനൂ യുസ്തദഅഫൂന മശാരിഖൽ അർളി വമഗാരിബഹാ അല്ലതി ബാറക്നാ ഫീഹാ വതമ്മത് കലിമതു റബ്ബിക്കൽ ഹുസ്നാ അലാ ബനീ ഇസ്രായീല ബിമാ സബറൂ വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔന വഖൗമുഹു വമാ കാനൂ യഅരിശൂൻ. തുടർന്നുള്ള ഭാഗങ്ങളാണ് അല്ലാഹു ആ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം നമ്മളിത്. അതുകൊണ്ട് പറയട്ടെ, ഇത്തരം ശിക്ഷകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടി സമയം കാണുക. ഇതൊക്കെ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് പ്രചോദനമാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ജ്യേഷ്ഠാനുജന്മാരോട് പറയാനുള്ളത്, ഖുർആനിതാ താക്കീതുകൾ ഇങ്ങനെ പൊട്ടി വീഴുകയാണ് ഇവിടെ. ഇനി അല്ലാഹു തആല പറയുന്നു, വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികൾ ഒരുപാട് ആളുകൾ ഇതാ ഇതുപോലെ കളവാക്കിയവരുണ്ട്. ഇവരുടെ മുൻഗാമികൾ ഫകൈഫ കാന നകീർ, അവർക്കെതിരെ എന്റെ താക്കീത് എങ്ങനെയുണ്ടായിരുന്നു, എന്റെ ശിക്ഷ അവരിൽ ഇറങ്ങിയപ്പോൾ അതിന്റെ ചിത്രം എന്തായിരുന്നു, എത്രമാത്രം ഭീകരമായിരുന്നു അതിന്റെ ചിത്രം. ഒന്ന് ആലോചിച്ചു നോക്കൂ. വലഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നകീർ. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ വെച്ചിട്ട് അല്ലാഹു ഉത്ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ഈ പറഞ്ഞതുണ്ടല്ലോ, ആകാശത്തുനിന്ന് കൽമഴ പെയ്തേക്കാം, ഭൂമി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് പോയേക്കാം എന്നൊക്കെ പറഞ്ഞത്, ഈ കൽമഴയും അതുപോലെ തന്നെ ഭൂകമ്പവും ഇത്തരം താക്കീതുകൾ കേവലം ഓലപ്പാമ്പല്ല കേട്ടോ, നടക്കാനുള്ള പച്ചയായ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. സംഭവിച്ചേക്കാം. അങ്ങനെ അല്ലാഹു തആല ആകാശത്തെ പരാമർശിച്ച്, ഭൂമിയെ പരാമർശിച്ച്, ആ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ദുരന്തം വരാമെന്ന് പരാമർശിച്ച ശേഷം അല്ലാഹു പറയുന്ന, ആകാശത്തിന്റെ ആധിപത്യം എന്റെ കയ്യിലാണ്, ഭൂമിയുടെ ആധിപത്യം എന്റെ കയ്യിലാണ്, അതിന്റെ എല്ലാം നിയന്ത്രണം എന്റെ കയ്യിലാണ്. ഇനി അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ഇവിടെ ഒരുപാട് സംഗതികൾ പറയാനുണ്ടായിരുന്നു. പക്ഷി ശാസ്ത്രത്തെ പറ്റി വിശുദ്ധ ഖുർആൻ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇനി സൂറത്തുൻ നഹ്ലിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയണമെന്ന് കരുതിയതാ. പക്ഷേ ഇനിയും നമുക്ക് 10-13 ആയത്തുകൾ പിന്നിടാനുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ അർത്ഥം വെച്ച് തീർക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമുണ്ടാകരുത്. കാരണം അങ്ങനെ അത് കഴിയൂ എന്നതുകൊണ്ടാണ്. അവലം യറൗ ഇല ത്വയ്ർ, ഇവർ പക്ഷികളെ കണ്ടിട്ടില്ലേ? ഈ ജനങ്ങൾ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ? ഫൗഖഹും, അവരുടെ മുകളിൽ, സാഫാത്തിൻ വയഖ്ബിദ്ന, സാഫാത്തിൻ വയഖ്ബിദ്ന, ചിറക് വിരിച്ചു പറക്കുന്ന പക്ഷികളെ ഇവർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവരുടെ മുകളിൽ ചിറക് വിരിച്ചു പറക്കുന്ന പക്ഷികൾ. പക്ഷികൾ പറക്കുമ്പോൾ ചിറക് ഇങ്ങനെ വിരിച്ചു പിടിക്കുകയാണ്. ചിറക് വിരിച്ചു പിടിക്കുന്നു, കാലുകൾ വിരിച്ചു പിടിക്കുന്നു, നേരെ നീട്ടിവെക്കുന്ന. സാഫാത്തിൻ വയഖ്ബിദ്ന, ഇടയ്ക്കിടെ കുതിപ്പിനൊന്നും കൂടെ ആക്കം കൂട്ടാൻ, ഇടയ്ക്കിടെ വയഖ്ബിദ്ന, ആ ചിറകുകൾ അതിന്റെ പാർശ്വങ്ങളിലേക്കൊന്ന് കൂട്ടിയൊരടിയടിക്കും, അതിലൊന്നും കൂടെ അങ്ങോട്ട് പുള്ളിങ് കിട്ടും. അതാണ് ഈ പറഞ്ഞത്. അത് ഇടയ്ക്കിടെ സംഭവിക്കുന്നത് കൊണ്ടാണ് അല്ലാഹു സാഫാത്തിൻ വഖാബിലാത്തിൻ എന്നാണ് ശരിക്കും പറയേണ്ടത്. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാകൂ. ഖാബിലാത്തിൻ എന്ന് പറഞ്ഞ് ഇസ്മായി പറയുകയാണെങ്കിൽ, അതൊരു നാമമായി പറയുകയാണെങ്കിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. അതേസമയം ഫിഇലായി, ക്രിയയായി പറയുമ്പോൾ അത് ഇടയ്ക്കിടെ സംഭവിച്ചു
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് എന്ന് പറയുന്നതാണ് അവിടെ ഒഴുക്ക്. പക്ഷേ വിശുദ്ധ ഖുർആൻ എത്രമാത്രം കൃത്യമായിട്ടാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് നോക്കണം. ചിറക് വിരിച്ചനക്കമില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴോ ഒന്ന് രണ്ടടി, പിന്നെയോ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് പക്ഷികളുടെ അവസ്ഥ. ആരാണ് അന്തരീക്ഷത്തിൽ ആ പക്ഷികളെ വീഴാതെ പിടിച്ചു നിർത്തുന്നത്? ആരാണ് ആ പക്ഷികൾ അന്തരീക്ഷത്തിൽ വീഴാതെ പിടിച്ചു നിൽക്കുന്നത്? എന്നാ നിങ്ങളൊന്ന് പറക്ക. ചിറക്, കൃത്രിമ ചിറകുകൾ വെച്ച് പിടിപ്പിച്ച് പറക്കാൻ കഴിയോ? കഴിയില്ല. ചിറകുള്ള വസ്തുക്കൾക്ക് എല്ലാറ്റിനും പറക്കാൻ കഴിയോ? കഴിയില്ല. അള്ളാഹു പറയുന്നു, അവയെ അങ്ങനെ പറന്നു കളിക്കാൻ പറ്റുന്ന രൂപത്തില്, പാകത്തിലും രൂപത്തിലും സൃഷ്ടിച്ചു സംവിധാനിച്ചത് ഞാനാണ് കേട്ടോ, സംശയിക്കണ്ട. അവരുടെ മുകളിലുള്ള പക്ഷികളെ അവർ നോക്കുന്നില്ലേ? ചിറക് വിരിച്ചും ഇടയ്ക്കിടെ ആ ചിറകുകൾ പാർശ്വത്തിലേക്ക് കൂട്ടിപ്പിടിച്ചും പറക്കുന്ന ആ പക്ഷികൾ, ഇല്ല അവയെ പിടിച്ചു നിർത്തുന്നില്ല. ഇല്ലർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. അന്തരീക്ഷത്തിൽ അവയെ നിയന്ത്രിക്കുന്നത് കാരുണ്യവാനായ തമ്പുരാനാണ്. അപ്പൊ ഭൂമി പറഞ്ഞു, ആകാശം പറഞ്ഞു, അന്തരീക്ഷത്തിലെ നിയന്ത്രണവും കൂടെ എന്റെ കയ്യിലാണെന്ന് പറയാൻ അതും പറഞ്ഞു. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, എല്ലാ വസ്തുക്കളും പടച്ച റബ്ബ് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലുള്ളവൻ എങ്ങനെ സൗകര്യം വേണം? അന്തരീക്ഷത്തിൽ പറക്കുന്നവർക്ക് എങ്ങനെ സൗകര്യം വേണം? വാനലോകത്ത് ജീവിക്കുന്നവർക്ക് എന്ത് സൗകര്യം വേണം? ഇതൊക്കെ അറിയുന്ന റബ്ബ് അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം നീക്കി. ഇതാണ് ഇത്രയും നാം പറഞ്ഞു വന്ന ഭാഗം. ഇനി അല്ലാഹു തആല ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ താക്കീതുകളിലേക്ക് തന്നെ മടങ്ങുകയാണ്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. ചോദിക്കട്ടെ, ഈ മൂന്ന് മേഖലകളിലും നിയന്ത്രണം കൈയാളുന്ന പടച്ച തമ്പുരാൻ, ഈ മൂന്ന് മേഖലകളിലെയും വാനലോകത്തെയും ഭൂമിലോകത്തെയും വായുലോകത്തെയും നിയന്ത്രണം ആരുടെ കയ്യിലാണോ ആ റബ്ബ് നിങ്ങളെ എങ്ങാനും കൈയൊഴിച്ചാൽ, ആ റബ്ബ് നിങ്ങളെ കൈയൊഴിച്ചാൽ, അവൻ നിങ്ങളുടെ സംരക്ഷണം വേണ്ട എന്ന് വെച്ചാൽ, അമ്മൻ ഹാദല്ലദീ, ഇങ്ങനെയുള്ള ആരുണ്ട്? ആരെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെയുള്ളത് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഹുവ ജുന്ദുൽ ലക്കും, അവൻ നിങ്ങളുടെ സൈന്യമായിരിക്കും. യൻസുറുക്കും, നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന പട്ടാളമായി നിൽക്കാൻ. പടച്ച റബ്ബിനെ കൂടാതെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു പട്ടാളക്കാരനെ പടച്ച റബ്ബ് നേരത്തെ നൽകിയ അതിശക്തമായ ഭീഷണികള് അത് അള്ളാഹു പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ, ഒരു ഭൂകമ്പം നടത്തിയാൽ, ഒരു സുനാമി തല്ലി തകർത്ത സുനാമി തിരമാലകൾ ആർത്തിരമ്പി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ആരാണ് മക്കളെ ഇതിനെ പ്രതിരോധിക്കാൻ, പടച്ച റബ്ബിന്റെ ഈ ശിക്ഷയെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു പട്ടാളക്കാരൻ, ഒരു സൈന്യം നിങ്ങൾക്ക് പറയാൻ കഴിയോ? പേര് പറയാൻ കഴിയുമെങ്കിൽ പറ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഖുറൂർ. ഇല്ല, നന്ദി കെട്ട വർഗം തീർച്ചയായിട്ടും വഞ്ചിതർ തന്നെയാണ്. ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളിൽ അവർ വഞ്ചിതരായതാണ്. ഭൂമി നല്ല നിലക്ക് ഇങ്ങനെ നിൽക്കുമ്പോ അതിൽ വഞ്ചിതരായതാണ്. അപ്പൊ അതിന്റെ സൃഷ്ടാവിനെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ദിവസം ആരോഗ്യപരമായും സാമ്പത്തികമായിട്ടൊക്കെ പാറി നടക്കുന്ന കാലത്ത് അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാകൂല, റസൂലിന് ഓർമ്മ ഉണ്ടാകൂല, നിയമവും വിലക്കൊന്നും അവന് വിഷയാവൂല. എന്നാൽ അതൊക്കെ അങ്ങോട്ട് വിട്ടാലോ, ആരോഗ്യം കെട്ടുപോയാൽ എല്ലാം ഓർമ്മ വരും. ഇതൊക്കെ നേരെ അങ്ങോട്ട് അനുഭവിക്കുമ്പോൾ ഓർമ്മ വരും. അപ്പൊ ഇവർ ഈ ഭൗതിക സുഖങ്ങളിൽ വഞ്ചിതരായി പോയതാണ്. അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖുഹു. ഇനി അങ്ങനെയല്ലെങ്കിൽ ചോദിക്കട്ടെ, അമ്മൻ ഹാദല്ലദീ യർസുഖുഹു, ഇനി നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയാൻ കഴിയോ? ഇൻ അംസക റിസ്ഖഹു, പടച്ച റബ്ബ് അവന്റെ ഭക്ഷണം നിങ്ങൾക്ക് പിടിച്ചു വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹുവാണ് ഇപ്പൊ ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നത്, ആ ഭക്ഷണം അള്ളാഹു തരണ്ടാതെ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്കത് തരാൻ പറ്റി ഏതെങ്കിലും ഒരു കൂട്ടരുണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇല്ല. അപ്പൊ അള്ളാഹു ഇങ്ങനെ ചോദിക്കാൻ, അള്ളാഹു അവന്റെ സംരക്ഷണം നിങ്ങളിൽ നിന്ന് വലിച്ചു കളഞ്ഞാൽ, അള്ളാഹു അവന്റെ ഭക്ഷണം നിങ്ങളിൽ നിന്ന് വലിച്ചു കളഞ്ഞാൽ എന്തു ചെയ്യും നിങ്ങള്? ഇങ്ങനെയൊക്കെ ആകുമ്പോ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നവർ, ഭക്ഷണം തരാൻ പറ്റുന്നവർ, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നവർ? ഇല്ല. പിന്നെ എന്തേ?
അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരാളുമില്ലെന്ന് ശരിയാണ്. സംഗതി ഞങ്ങൾക്കറിയാം. സംഗതി അറിയാത്തത് കൊണ്ടല്ല. പിന്നെ എന്താ കുഴപ്പോ? അള്ളാഹു മാത്രമാണ് രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമെന്ന് എനിക്കറിയാം. അവൻ വിചാരിച്ചാൽ എനിക്കൊരു തുള്ളി വെള്ളം പോലും വായിൽ ഒഴിക്കാൻ കഴിയില്ലെന്നറിയാം. ഒരു തുള്ളി വെള്ളം വായിൽ ഒഴിക്കണമെങ്കിൽ പടച്ചറബ്ബ് കരുതണം. പടച്ചറബ്ബ് വേണ്ടാന്ന് കരുതിയാൽ തൊണ്ട വരണ്ട് ചാവേണ്ടി വരും. എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഇതൊക്കെ എനിക്കറിയാം. പിന്നെന്തുകൊണ്ടാ മനുഷ്യൻ ഇതൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യന് പിന്നെന്തേ പറ്റിപ്പോയത്? ഒന്നുമല്ല, ധിക്കാരത്തിലും സത്യത്തോടുള്ള പുറം തിരിഞ്ഞു നിൽപ്പിലും അവർ അള്ളിപ്പിടിച്ചുപോയി എന്നതാണ് വിഷയം. അവരതിലേക്ക് പൂണ്ടു പിടിച്ചുപോയി, അള്ളിപ്പിടിച്ചുപോയി. വല്ലാത്ത വേരിറക്കമാണ് അവർക്ക് അതിൽ കിട്ടിപ്പോയത്. അതുകൊണ്ട് ഇതാ ഭൂമി ലോകത്ത് വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ ധിക്കാരം ഒഴിവാക്കണം. സത്യത്തോടുള്ള പുറം തിരിഞ്ഞ് നിൽപ്പ് ഒഴിവാക്കണം. അതാണ് നിങ്ങൾ നന്നാവാതിരിക്കാനുള്ള കാരണം. കാരണം പ്രസംഗം കേട്ടിട്ടും കാര്യമില്ല, വാത് കേട്ടിട്ടും കാര്യമില്ല, ക്ലാസ് കേട്ടിട്ടും കാര്യമില്ല, ഉത്ബോധനം കിട്ടിയിട്ട് കാര്യമില്ല, ഉത്ബോധകർ വന്നിട്ട് കാര്യമില്ല. അതിനെയൊക്കെ കളവാക്കി അതിനോടൊക്കെ ധിക്കാരം കാണിച്ചു. ഞാൻ പറയുന്നതാണ് ശരി എന്നിടത്ത് യുക്തിവാദി നിന്നു. ഇതുകൊണ്ടാണ് ഇവൻ പിഴച്ചു പോകാൻ കാരണം. വിശുദ്ധ ഖുർആൻ പറയുന്ന അവർക്ക് അഹങ്കാരമാണ്. അവർ സത്യത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സ്വഭാവമാണ്. അതിൽ അള്ളിപ്പിടിച്ചത് കൊണ്ട് തൽക്കാലം അവർക്ക് സലാമത്ത് കിട്ടുന്നില്ലെന്നു മാത്രം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. പടച്ചറബ്ബ് ചോദിക്കുന്നു, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, മുഖം കുത്തി നടക്കുന്നവനാണോ അഹ്ദാ, നേർവഴി കാണുന്നവൻ, മുഖം കുത്തി നടക്കുന്നവനാണോ ലക്ഷ്യത്തിലെത്തുക? അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം, അല്ലെങ്കിൽ നേരായ റൂട്ടിലൂടെ നേരെ ചൊവ്വേ നടക്കുന്നയാളോ? രണ്ടു പാദത്തിൽ ലംബമായി നിന്ന് നേരെ ചൊവ്വേ നടന്നു വരുന്നു, കാലോട് നടന്നു വരുന്നു. വരുന്നതാണെങ്കിലോ കുണ്ടും കുഴിയും കച്ചറയൊന്നുള്ള വഴിയിലൂടെയല്ല, സിറാത്തുൽ മുസ്തഖീമിലൂടെ നേരായ റോട്ടിലൂടെ കാലുകൊണ്ട് നടന്നങ്ങോട്ട് പോയാൽ, നേരായ രൂപത്തിൽ നടന്നങ്ങോട്ട് പോയാൽ അവനാണോ വഴി കാണുക? അതോ അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, തലകുത്തി നടക്കുന്നു ഒരാൾ കാലുകൊണ്ടാ നടക്കുന്നത്, തലകുത്തി നടക്കുന്നവനാണോ ലക്ഷ്യത്തിലെത്തുക? അതോ കാലുകൊണ്ട് നടന്നു പോകുന്നവനോ? മുഖത്തുള്ള കണ്ണുകൊണ്ടല്ല രംഗങ്ങളും വീക്ഷിച്ചുകൊണ്ട് കാലുകൊണ്ട് നടന്നു പോകുന്നവൻ അവനാണോ ലക്ഷ്യത്തിലെത്തുക? അതോ തലകുത്തി നടക്കുന്നവനോ? ഇതെന്തിനാ ചോദിച്ചതെന്നറിയോ നിങ്ങൾ? അല്ലാഹു തആല ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഇത്രയും തുറന്ന ദൃഷ്ടാന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ആ ദൃഷ്ടാന്തങ്ങൾക്കെതിരെ കണ്ണടക്കുന്നവനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് അവൻ തലകുത്തി നടക്കുന്നവനെ പോലെയാണ്. ആ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടു നടക്കുന്നവനെ കുറിച്ചോ അവൻ നേരെ ചൊവ്വേ നടക്കുന്നവനെ പോലെയാണ്. അപ്പൊ അവന് ലക്ഷ്യത്തിലെത്താൻ കഴിയും, അവന് നേരെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്താം. മാത്രമല്ല നാളെ പരലോകത്ത് ഇവരെ ഒരുമിച്ച് കൂട്ടുന്നത് ഇങ്ങനെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോൾ ചോദിച്ചു, നബിയെ നാളെ മഹ്ശറിൽ നിഷേധികളെയും നന്ദി കെട്ടവരെയും ഒരുമിച്ച് കൂട്ടുക തലകുത്തിയ അവസ്ഥയിലാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അതെ. ഈ ആയത്ത് ഓതി അപ്പോൾ ചോദിച്ചത്രേ, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഇതിന്റെ അർത്ഥത്തിലുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്രേ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സദസ്സിൽ നിന്ന് ആരോ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ യുഹ്ശറുന്നാസു അലാ വുജൂഹിഹിം, ജനങ്ങളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുമ്പം അവരുടെ തല കുത്തി വരുന്ന രൂപം എങ്ങനെയാണ്? മുഖത്തിന്റെ മേൽ ഒരുമിച്ച് കൂട്ടൽ എങ്ങനെയാണ്? ഉടനെ തന്നെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത്രേ, അലൈസല്ലദീ അംശാകും അലാ അർജുലികും ഖാദിറൻ അലാ അൻ യുംശിയകും അലാ വുജൂഹികും, അല്ല നിങ്ങളെ കാലുകളുടെ മേലിൽ നിങ്ങളെ നടത്തിയതാരാ? അല്ലാഹുവല്ലേ. ആ റബ്ബ് നിങ്ങളുടെ മുഖങ്ങളുടെ മേലിൽ നിങ്ങളെ നടത്താൻ കഴിവുള്ളവനല്ലേ? കാലുകൊണ്ട് നടക്കാൻ പഠിപ്പിച്ച റബ്ബിനും മുഖം കൊണ്ടും നിങ്ങളെ നടത്താൻ കഴിയും. നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ അങ്ങനെ നടക്കേണ്ടി വരും. റബ്ബിന്റെ കഴിവിൽ നിഷേധിക്കേണ്ടതില്ല. റബ്ബിന്റെ കഴിവിൽ അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചിന്തിച്ച്, അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തണ്ട. അള്ളാഹുവിന് സാധിക്കാത്തതൊന്നുമില്ല. അള്ളാഹു ആണല്ലോ നമ്മളെ സൃഷ്ടിച്ചത്.
എല്ലാം ചിന്തിക്കുക. നാക്കുകൊണ്ട് സംസാരിപ്പിച്ചത് അള്ളാഹു അല്ലേ? ആ റബ്ബ് നാളെ അവയവങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കാലുകൊണ്ട് നടത്തിച്ച നമ്മെ അവിടെ തല കൊണ്ട് നടത്തിച്ചും ഇവരെ അങ്ങനെ നടത്തിക്കുന്ന സമയത്ത് ഇവർ പേച്ചു നടന്ന് കുണ്ടിലും കുടിയിലും വീഴും. മാത്രമല്ല, ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നരകക്കുഴിയിലേക്ക് ചെന്നാപ്പതിക്കുന്ന നിമിഷത്തെ കുറിച്ച് ഇന്നലെ കേട്ട ചിത്രം മറക്കാതിരിക്കുക. നമ്മുടെ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ നാം ഓർക്കേണ്ടിയിരുന്ന ഒരു ചിത്രമായിരുന്നു അത്. ഇന്നലെ നാം പറഞ്ഞ ചിത്രം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ നോക്ക്, നിങ്ങൾ അല്ലാഹു തആല പറയുന്നു, സംഗതി ഇവർക്ക് സത്യം കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. നബിയേ, തങ്ങൾ പറയണം, ഹുവല്ലദീ അൻശഅകും, അവനാണ് കേട്ടോ നിങ്ങളെ സൃഷ്ടിച്ചത്, റബ്ബാണ് കേട്ടോ നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദാ, മാത്രമല്ല നിങ്ങൾക്ക് ചെവി തന്നതും അവനാണ്, നിങ്ങൾക്ക് കണ്ണു തന്നതും അവനാണ്, നിങ്ങൾക്ക് ഹൃദയങ്ങൾ തന്നതും അവനാണ്. ഖലീലം മാ തഷ്കുറൂൻ, വളരെ ചുരുക്കം മാത്രമേ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നന്ദി പ്രകടിപ്പിക്കുന്നവരുള്ളൂ. ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. സംഗതി എല്ലാം അല്ലാഹു ചെയ്തു തന്നതാണ്. നിങ്ങൾ നിങ്ങളായത് എങ്ങനെയാ? നിങ്ങളെ കണ്ണുപയോഗിക്കാതെ നിങ്ങളായിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങൾ എത്തിപ്പെട്ട ഭാഗത്തൊക്കെ എത്തിപ്പെടാൻ നിങ്ങളുടെ കണ്ണ് വലിയ ഒരു മാധ്യമമാണ്. ബിസിനസ് രംഗത്താവട്ടെ, അറിവ് രംഗത്താവട്ടെ, ഏതു രംഗത്തും ഞാൻ ഉയർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ണുകൊണ്ടാണ്. അള്ളാഹു തന്ന കണ്ണുകൊണ്ടാണ്, അള്ളാഹു തന്ന കാതുകൊണ്ടാണ്. അല്ലേ? കേട്ടു പഠിക്കാത്ത, കണ്ടു പഠിക്കാത്ത, ചിന്തിച്ചു മനസ്സിലാക്കാത്ത വേറെ ഒരു വിഷയം നമുക്ക് പറയാൻ കഴിയോ? അപ്പൊ അള്ളാഹു തആല പറയാണ്, കണ്ണും കാതും ഹൃദയവും തന്നത് ഞാനാ. നീ എവിടെ എത്തിയാലും മോനെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തന്നത് ഞാനാ. പക്ഷെ എന്തോന്നറിയില്ല, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ശുക്ർ എനിക്ക് ചെയ്യുന്നുള്ളൂ. ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങളെ സൃഷ്ടിച്ച് കണ്ണും കയ്യും മൂക്കൊക്കെ ഇല്ലാത്തവരായി സൃഷ്ടിക്കാമായിരുന്നു. അങ്ങനെയല്ല, വിശേഷബുദ്ധിയില്ലാത്ത എന്തെല്ലാം ജന്തുക്കളുണ്ട് ഇവിടെ ഓടിക്കറങ്ങി നടക്കുന്നു. അതുപോലെ അള്ളാഹു കൂട്ടുകാരെ എന്നെയും നിങ്ങളെയും ആക്കിയിട്ടില്ല. ആലോചിക്കണം, അങ്ങനെയൊന്നും അള്ളാഹു എന്നെയും നിങ്ങളെയും ആക്കിയിട്ടില്ല. നമുക്ക് അള്ളാഹു ശരിക്കും വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. ഈ ബുദ്ധി തന്ന റബ്ബിനോട് നമുക്ക് നന്ദി വേണ്ടേ? അതാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്തിലൊക്കെ നോക്ക് നിങ്ങൾ, അല്ലാഹു എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദാ, നിങ്ങൾക്ക് അല്ലാഹു കാതു തന്നു, കണ്ണ് തന്നു, ഹൃദയം തന്നു. കാതും കണ്ണുകളും ഹൃദയങ്ങളും തന്നത് അല്ലാഹുവാണ്. ആദ്യം പറഞ്ഞത് കാതാണ്, പിന്നെ പറഞ്ഞത് കണ്ണാണ്, പിന്നെ പറഞ്ഞത് ഹൃദയങ്ങളാണ്. എന്തേ ഇതിന്റെ കാരണം? വിശുദ്ധ ഖുർആൻ എല്ലായിടത്തും അങ്ങനെയാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു, കാതും കണ്ണും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടാനുള്ള അവയവങ്ങളാണ്. നാളെ കൃത്യമായിട്ടെല്ലാം ചോദ്യം ചെയ്യപ്പെടും, സംശയിക്കേണ്ടതില്ല. അവിടെയും അല്ലാഹു പറഞ്ഞത് ആദ്യം കാതാണ്, പിന്നെ കണ്ണാണ്, പിന്നെ ഹൃദയമാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിടത്തൊക്കെ ഇനി ഇതുപോലത്തെ തന്നെ വേറൊരായത്തുണ്ട്. അവിടെയും പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ആദ്യം ചെവി തന്നു, പിന്നെ കണ്ണു തന്നു, പിന്നെ ഹൃദയം തന്നു. ഇതേക്കുറിച്ച് ഈജിപ്തിലുള്ള ഒരു ഡോക്ടർ ഇതേക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. അദ്ദേഹം ഒരുപാട് ചിന്തിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ തീരുമാനത്തിലെത്തിപ്പെട്ടു. അയാൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും ആദ്യം ചെവിയാ പറയുന്നത്, പിന്നെ ആ കണ്ണ് പറയുന്നു. അപ്പൊ എവിടെയോ ഒരു വലിയ രഹസ്യം ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകുമെന്ന് കരുതി ഞാനൊരു പഠനം നടത്തി. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആദ്യമായി അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന വലിയ അനുഗ്രഹം ചെവിയാണ്. ജനിച്ചു വീഴുമ്പോ ആദ്യമായിട്ട് കുഞ്ഞിനുള്ളത് ചെവിയാണ്. ഇത് കേൾക്കുമ്പോ നിങ്ങൾ ഒരു പക്ഷെ ചോദിച്ചേക്കാം, മറ്റു മൃഗങ്ങളിൽ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. കണ്ണ് പിന്നെ കീറി വന്നിട്ട് വേണം ചില മൃഗങ്ങൾക്കൊക്കെ. പൂച്ചയൊക്കെ പ്രസവിച്ചാൽ നമ്മൾ കാണാറുണ്ട്, കണ്ണുണ്ടാവില്ല, ചെവി ഉണ്ടാവും, പിന്നെ കണ്ണ് കീറി വന്നിട്ട് വേണം, അത് റെഡി. പക്ഷെ മനുഷ്യനിൽ അങ്ങനെയല്ലല്ലോ. ഇയാള് മനുഷ്യനെ പരിശോധിച്ചു എന്നാ പറഞ്ഞ്, മനുഷ്യ മക്കൾ പ്രസവിച്ചു വീഴുമ്പോ ആ കുട്ടിയുടെ കണ്ണിലേക്ക് കുത്താൻ വേണ്ടി കൈവരൽ നീട്ടി കുത്താൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോ കുട്ടി കണ്ണടക്കുന്നില്ല. അതേസമയം ചെവിയുടെ അടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുട്ടി ഞെട്ടിച്ചാടുന്നു. അപ്പോ പ്രസവിച്ച ഉടനെ തന്നെ ചെവി ധർമ്മം നിർവഹിക്കുന്നുണ്ട്.
പക്ഷെ കണ്ണ് ധർമ്മം നിർവഹിക്കണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ പിടിക്കും, ദിവസങ്ങൾ പിടിക്കും. ഇതൊക്കെ നമുക്ക് ആ സ്പോട്ടിൽ പരീക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ പരീക്ഷിക്കാവുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ കുത്താൻ ചെന്നാൽ അത് കാഴ്ച ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ആ ഇമവെട്ടൽ. നിങ്ങളൊക്കെ എത്ര വലിയ ധീരരാണെങ്കിലും ശരി, ധൈര്യം ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പരിപാടി. കണ്ണിന്റെ മുമ്പിൽ എന്തോ കുത്താൻ വന്നിട്ടും വീശിയിട്ടും ഒക്കെ കണ്ണ് ചിമ്മുവോ നോക്കും, ചിമ്മും. അങ്ങനെയാണ് നമ്മൾ അറിയാതെ അങ്ങോട്ട് കണ്ണ് ചിമ്മിപ്പോകും. അത് അള്ളാഹു നമ്മുടെ കണ്ണിന് നൽകിയ വലിയൊരു സംരക്ഷണമാണത്. അപ്പൊ ഏതാവട്ടെ, ഈ ചെറിയ കുട്ടി കണ്ണടക്കുന്നത് കാണുന്നില്ല. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ആ രംഗം കാണുമ്പോ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോവുകയാണ്, സ്വദഖല്ലാഹുൽ അളീം. അല്ലാഹു പറഞ്ഞത് എത്ര കറക്റ്റാണ്. ഇന്ന സമഅ വൽ ബസറ, അല്ലേ? പിന്നെ കണ്ണ്. എന്നാൽ ഇനി ഹൃദയമൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങണമെങ്കിൽ ദിവസങ്ങൾ കഴിയണം. ഇപ്പൊ ജനിച്ച കുട്ടി എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അവന് മനനം നടത്താൻ കഴിയോ, ചിന്തിക്കാൻ കഴിയോ? ചിന്താശേഷി വളരണമെങ്കിൽ മാസങ്ങൾ കഴിയണം. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതാണ് അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും തന്നു. ആ കണ്ണും കാതും ഹൃദയവും തന്നത് നിങ്ങൾ സത്യം കണ്ടെത്താനാണ്, സത്യം കേൾക്കാനാണ്, സത്യം ചിന്തിച്ചു മനസ്സിലാക്കാനാണ്. പക്ഷേ ഇന്ന് സമൂഹം ആ കണ്ണും കാതും ഉപയോഗിക്കുന്നത് നന്ദികേടിനാണ്. അതാ നമ്മൾ ഇന്നലെ പറഞ്ഞത്. അവന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അശ്ലീല വിചാരങ്ങൾ. ഹൃദയം ഉപയോഗിക്കുന്നത് നന്ദികേടിനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, കണ്ണ് കെട്ടിയതുപോലെ ചെവിയും കെട്ടിയെന്ന് ഇന്നലെ പറഞ്ഞു. ചെവിയിൽ എപ്പോഴും തിരികെ വെച്ചിരിക്കുകയാണ്, അല്ലെ? ഇയർഫോൺ ചെവിയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് FM റേഡിയോ ചാനലുകളിലൂടെ അവനങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, നിങ്ങൾ എപ്പോഴും ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, വിശുദ്ധ ഖുർആൻ പാരായണം മുടക്കിക്കൊണ്ട്, സൂറത്തുൽ മുൽക്ക് ഓതുന്നത് മുടക്കിക്കൊണ്ട്, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നത് മുടക്കിക്കൊണ്ട്, നിങ്ങളെ വീടുകളിലെല്ലാം ദാ ടെലിവിഷൻ പെട്ടികൾ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ചിത്രങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ചടഞ്ഞിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നന്നാകാനുള്ള തൗഫീഖ് നൽകട്ടെ, നന്നാകാനുള്ള ഒരു സന്മനസ് അല്ലാഹു തരട്ടെ. കാരണം ദുനിയാവിന്റെ പളപളപ്പിൽ നമ്മൾ മുഴുകി, എല്ലാം മറന്നുപോയി. ഇനി ആരും ഉപദേശിച്ചിട്ട് നന്നാവാത്ത രൂപത്തിൽ ഒരു പോക്കിരിയായി മാറി, ധിക്കാരിയായി മാറി, സത്യം കേട്ടുകൂടാത്തവനായി മാറി. ഈ അവസ്ഥയിൽ നമ്മെ നന്നാക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് വളരെ വളരെ കുറച്ചു മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശുക്ർ വരുന്നത്. ഖലീലം മാ തഷ്കുറൂൻ. ഇതൊക്കെ വിശദീകരിക്കേണ്ടതാണ്. ഖലീലം മാ തഷ്കുറൂൻ എന്ന ഭാഗമൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇനി 4-5 ആയത്ത് ഇനിയുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പറയാനേ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റെവിടെയെങ്കിലും വെച്ച് നടത്തുന്ന പ്രഭാഷണങ്ങളിൽ ഇതിന്റെ വിശദമായ വ്യാഖ്യാനങ്ങൾ പിന്നീട് കേൾപ്പിക്കാം. കാരണം അങ്ങനെ കഴിയൂ. സൂറത്തു തബാറക ഇൻഷാ അല്ലാഹ് നാം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടെ ഉദ്ദേശിക്കുന്ന സ്ഥിതിക്ക് ഒരു 4-5 ആയത്തായിട്ട് ബാക്കി വെക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതും കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. ഇന്നാ മനുഷ്യൻ നന്ദി കെട്ട് എവിടെ എത്തി എന്നറിയോ നിങ്ങൾ? അവന് ഞാൻ കണ്ണും കാതും ഹൃദയവും ഒക്കെ കൊടുത്തത് എന്തിനാ? അവന് ഞാൻ കണ്ണും കാതും ഹൃദയവും ഒക്കെ കൊടുത്തത് അവൻ അതുകൊണ്ട് സത്യം ചിന്തിച്ച് മനസ്സിലാക്കി എന്നെ അംഗീകരിക്കാൻ വേണ്ടിയാണ്, എന്റെ നിയമവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനാണ്. പക്ഷെ ഇന്ന് എവിടെ എത്തി? മരിച്ചു പോകണം കേട്ടോ മോനെ എന്ന് പറഞ്ഞവനെ ഉപദേശിക്കുമ്പോ ഇമ്മനുഷ്യന്മാർ ഇന്നെന്നോട് ചോദിക്കുകയാണ്, മതാഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, എന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ നിനക്ക് മരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ അവൻ ചോദിക്കുക, എപ്പോഴാണ് ഈ വാക്കത്തെ സമയം? മതാഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ എപ്പോഴാ മക്കളെ ഇതിന്റെ ടൈം? എപ്പോഴാ ഇത് നടക്കുക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കണ്ണും കാതും ഹൃദയവും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അവന് അതിലേക്ക് സത്യങ്ങൾ കയറിപ്പോകുന്ന വിഷയമില്ല, സത്യങ്ങൾക്ക് അവിടെ പഴുതില്ല. ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇവൻ ഇന്ന് എപ്പോഴാ പരലോകം എന്ന് ചോദിക്കുക. അത് എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാ ചോദിക്കുന്നതിന്റെ ഇടയിലായിരിക്കും പക്ഷേ വീഴുക. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞു, ما ينظرون إلا صيحة واحدة,
അവരൊരൊറ്റ ഉദ്ഘോഷം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. സൂറന്ന കാഹളത്തിലുള്ള ഒരു മുഴക്കം. അത് അവരെപ്പോഴാന്ന് ചോദിക്കുന്നത് അതവരെ പിടികൂടും. അവരപ്പോഴും എപ്പോഴാ എന്ന് ചോദിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും തലയിലൂടെ വീഴുന്നത്. അത്രയും അടുത്താണ് കേട്ടോ ഖിയാമമുള്ളത്, ഓർക്കുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സത്യം കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഓടരുത്, സത്യത്തോട് പുറംതിരിഞ്ഞോടരുത്. ഇങ്ങനെയുള്ള ധിക്കാരത്തെ കുറിച്ച്, സത്യത്തോടുള്ള ഇത്തരം പുറംതിരിഞ്ഞു നിൽപ്പിനെ കുറിച്ച് അല്ലാഹു തആല സൂറത്തുൽ മുദ്ദസ്സിറിന്റെ 50-51 ആയത്തുകളിൽ പറഞ്ഞത് കാണാം. കഅന്നഹും ഹുമുറും മുസ്തംഫിറാ ഫറത് മിൻ ഖസ്വറാ. സിംഹത്തെ കണ്ട് വിരണ്ടോടുന്ന, സിംഹത്തെ കണ്ട് വിരണ്ടോടുന്ന കഴുതക്കുട്ടികളെ പോലെയാണ്. കഅന്നഹും മുസ്തംഫിറത്തുൻ ഫകഅന്നഹും ഹുമുറും മുസ്തംഫിറ ഫറത് മിൻ ഖസ്വറ. ആയത്തങ്ങ് കേൾക്കുമ്പോഴേക്ക്, ഹദീസ് അങ്ങ് കേൾക്കുമ്പോഴേക്ക് അവൻ വാണം വിടുകയാണ്. അവന്റെ പിന്നാലെ ആര് കൂടിയാലും കിട്ടില്ല. എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല എന്ന ശൈലിയാണ്. ആരും അവനെ ഉപദേശിക്കണ്ട എന്നല്ല. സ്രഷ്ടാവ് വരെ ഒരു വേള ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് അവനൊരു ശിക്ഷ കൊടുക്കുന്നു. നന്നാകോ എന്ന് നോക്കാൻ സ്രഷ്ടാവിനോടും അവൻ പറയുന്നത് അതാണ്. എന്നെ തല്ലണ്ട, ഞാൻ നന്നാവില്ല. ഈ ശൈലി തന്നെയാണ് ഇവൻ. കഅന്നഹും ഹുമുറും മുസ്തംഫിറത്തുൻ ഫറത് മിൻ ഖസ്വറ. ഒരു വഅദ് കേൾക്കുന്നത് അവന് പേടിയാ, ഒരു ക്ലാസ്സിൽ പോയിരിക്കുന്നത് പേടിയാണ്, ഒരു നാട്ടിലൊരു നല്ല സംരംഭം ചിട്ടപ്പെട്ടു വരുന്നത് അവന് പേടിയാണ്. കാരണം ആള് നന്നായി പോകോ എന്ന പേടിയാണ്, ഞാൻ നന്നായി പോകോ എന്ന പേടിയാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, നബിയെ എപ്പോഴാണ് ഖിയാമം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയണം. ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. എപ്പോഴാണെന്ന് അതിന്റെ നിജസ്ഥിതി പടച്ച റബ്ബിന് മാത്രമേ അറിയൂ. വ ഇന്നമാ അന നദീറും മുബീൻ. ഞാൻ അതിന്റെ ഡേറ്റ് പറയാൻ വന്നയാളല്ല, ഞാൻ അതേക്കുറിച്ച് നിങ്ങൾക്ക് അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഡേറ്റ് പറയൽ എന്റെ ഉത്തരവാദിത്വമല്ല. സംഗതി ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. തീരുമാന നാൾ അത് ഡേറ്റ് ഫിക്സ്ഡ് ആണ്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഡേറ്റ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഡേറ്റ് അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടത് എന്തിനാ? ഇങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്, അത് നീണ്ട ഡേറ്റ് ആണ് അന്നൊക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നന്നാകുന്നിടത്ത് കുറെ കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ കദിക്ക് തറബത്തിസാ, അങ്ങനെയാണ് അടുത്തടുത്ത് നാളെ അത് ലോകാവസാനം വരെ അങ്ങനെ പറയണം. ഡേറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ നിഗമനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഇനിയും ഒരു 500 കൊല്ലമുണ്ട് ഖിയാമത്ത് നാളിന് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ധൈര്യം കൂടും. നമ്മളെ തലമുറ 4 തലമുറ എന്നത് കാണണ്ട, ധൈര്യം കൂടും. ഏതായാലും ധൈര്യം കൂടിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും നാളെ സംഭവിച്ചേക്കാം എന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നിടത്തൊക്കെയും ഹദീസുകളിൽ കാണാം അത് നാളെ സംഭവിച്ചേക്കാം എന്ന നിലക്കാണ്. എന്നല്ല ഖിയാമവുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞത്. അതിന്റെ ചെറിയ ചെറിയ മോഡലുകൾ കാണുമ്പോഴേക്ക് റസൂലുള്ളാഹി തങ്ങൾ സദസ്സിനോട് പറയുമായിരുന്നു, സഹാബ കണ്ടിരിക്കുന്ന ഈ ദൃഷ്ടാന്തം നമുക്ക് തെളിവാണ് കേട്ടോ, പേടിക്കണമെന്ന് സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ അദാബ് നിങ്ങളുടെ തൊട്ടടുത്തല്ലയോ എത്തി നിൽക്കുന്നത് എന്നിങ്ങനെയുള്ള പല പ്രയോഗങ്ങളും വിശുദ്ധ ഖുർആൻ നടത്തിയത് കാണാം. അപ്പൊ ഞാൻ അതേക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് ചെയ്യാൻ വന്നയാളാണ്. ഞാൻ ഹാശിറാൻ, അനൽ ആഖിബ്, അന മുഹമ്മദ്, അന അഹ്മദ്, അനൽ ആഖിബ്, അനൽ ഹാശിർ. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്, ഞാൻ അന്ത്യപ്രവാചകനാണ്. അനൽ ഹാശിർ. മാത്രമല്ല ഞാൻ മഹ്ശറയിലേക്ക് ജനങ്ങളെ അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്ന, ജനങ്ങൾക്ക് മഹ്ശറയെ കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്യാനെത്തിയ ആളാണ്. കണ്ടില്ലേ നിങ്ങൾ എപ്പോഴാ അനൗൺസ്മെന്റ് നടക്കുക? നമുക്കറിയാം ഈ പരിപാടിയുടെ അനൗൺസ്മെന്റ് ഇന്ന് നടന്നു, വൈകുന്നേരം 2-3 ദിവസം മുമ്പ് നടന്നു. അപ്പൊ തൊട്ടടുത്ത നാളുകളിലാണ് അനൗൺസ്മെന്റ് നടക്കുക. അപ്പോ നടക്കുമെന്ന അനൗൺസ്മെന്റ് ഞാൻ ചെയ്തു കഴിഞ്ഞതോടുകൂടെ നിങ്ങൾ പേടിച്ചുകൊള്ളുക, ഞാനിത് നിങ്ങൾക്ക് വിളിച്ചറിയിക്കാൻ വന്ന അനൗൺസർ മാത്രമാണ്. നാളെയോ മറ്റന്നാളോ സംഭവം നടന്നേക്കാം. ഞാൻ ജനങ്ങളെ പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വന്നയാളാണ്. ആ യോഗം വിളിക്കാൻ വേണ്ടി വന്ന ആളാണ്. യോഗം വിളിക്കാൻ വേണ്ടി വന്നയാൾ.
ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, കൃത്യമായ സമയം അത് അല്ലാഹുവിനെ അറിയൂ. ഞാൻ അതേക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്. അങ്ങനെ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാ ഇനി ഇവരിത് കൺമുമ്പിൽ കാണുമ്പോൾ അവരുടെ ഗതികേട് എന്തായിരിക്കും? തൊട്ടടുത്ത് ഈ ദിനം ഇവർ അഭിമുഖീകരിക്കുമ്പോൾ അല്ലാഹു പറയണ ചോദിക്കുന്ന ആ ചക്കരയൊന്നും ഉണ്ടാകൂല, ഇത് വരാൻ പോകുന്നുണ്ട്. ഇത് വന്ന് മുന്നിൽ അങ്ങോട്ട് വീഴുമ്പോ, നക്ഷത്രങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ഉതിർന്നു വീഴാൻ തുടങ്ങുമ്പോ, കടലുകളൊക്കെ പെട്രോളിനേക്കാൾ കടുപ്പത്തിൽ ഇങ്ങനെ കത്താൻ തുടങ്ങിയാൽ അന്ന് ഈ പറഞ്ഞ ചക്കരയൊന്നും ഉണ്ടാവൂല. നന്ദി കെട്ടവരുടെ മുഴുവൻ മുഖങ്ങളും വാടും. എല്ലാ മുഖങ്ങളിലും, നന്ദി കെട്ട വർഗത്തിന്റെ മുഴുവൻ മുഖങ്ങളിലും നിങ്ങൾക്ക് മ്ലാനതയും ദുഃഖവും തളം കെട്ടി നിൽക്കുന്നത് കാണാം. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. മാത്രമല്ല അവരങ്ങേയറ്റം ബേജാറിൽ, ആ ബേജാറായി നിൽക്കുന്ന അവരെ പച്ചയായി നിൽക്കുന്ന വ്രണത്തിൽ ഒരു കുത്ത് എന്ന് പറയും പോലെ ഇതായിരുന്നടോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന സംഭവം എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുകയും ചെയ്യും. വക്കീല അവരോട് പറയപ്പെടുകയും ചെയ്യും, ഇതായിരുന്നു നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്ന, തിരക്കി ചോദിച്ചിരുന്ന സംഗതി. അറിയോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഇയ ഔ റഹിമനാ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. ഈ പരലോകത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുമ്പോൾ, ഈ പരലോകത്തെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് പറയുമ്പോൾ, അതിനെയൊക്കെ കൊച്ചാക്കി ഇവർ സംസാരിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ദാ ഇത് കൺമുമ്പിൽ അങ്ങ് കാണുമ്പം ഇത് ചെറിയ സംഗതിയാകൂല. ഇവരുടെ മുഖങ്ങളൊക്കെ ദുഃഖപൂർണമാകും. ഇവരുടെ മുഖങ്ങളിലൊക്കെ മ്ലാനത തളം കെട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാവരും എന്തു പറഞ്ഞിട്ടും നന്നാവാത്ത ഒരു മുഹമ്മദ്, പിന്നെയും നമ്മളെ കുതിര കയറുന്ന ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ നാശം കൊണ്ട് പ്രാർത്ഥിച്ചു. മുഹമ്മദും സമൂഹവും ചത്തുപോവട്ടെ എന്നവർ പ്രാർത്ഥിച്ചു, നശിച്ചു പോവട്ടെ എന്നവർ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത്, അത് ശരി, തോറ്റ കള്ളിക്ക് പിന്നെ നിങ്ങൾ ഞാൻ മരിക്കട്ടെ എന്ന് ദുആ ചെയ്യാണല്ലേ? എന്നാ മക്കളെ, ഞാൻ മരിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുവോ? നിങ്ങൾ ഇവരോട് ചോദിക്കണം. ഖുൽ നബിയേ, തങ്ങൾ ചോദിക്കണം. അറഅയ്തും, നിങ്ങൾ പറഞ്ഞുതാ, ഇന്നഹ്ലകനി അല്ലാഹു വമൻ മഅയ, എന്നെയും എന്റെ കൂടെയുള്ളവരെയും അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, നിങ്ങളെ ആഗ്രഹം പോലെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, ഔ റഹിമന, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തെങ്കിൽ, ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. നിങ്ങളിപ്പോ ദുആ ചെയ്തു ഞങ്ങളൊക്കെ നശിച്ചു പോകട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറുമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായ ധൈര്യത്തിലാണ്. കണ്ടോ നിങ്ങൾ, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, കാന കുഫാറു മക്കത യദുഊന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക കാഫിരീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും വഅലൽ മുഅ്മിനീന ബിൽ ഹലാക്, വിശ്വാസികൾക്കെതിരെയും നാശം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. തോറ്റ കള്ളിക്ക് പിന്നെ ഇവർ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഉമിറ, റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചു, റസൂലുള്ളാഹി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടു, ബിഅൻ യഖൂല ലഹും, നബിയെ നിങ്ങൾ ഈ നിഷേധികളോട് പറയണം, നഹ്നു മുഅ്മിനൂന മുതറബ്ബിസൂന ബിഇഹ്ദൽ ഹുസ്നയൈൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് മാപ്പിളാരാണ്, മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്കൊരു പേടിയില്ല. മുതറബ്ബിസൂന ബിഇഹ്ദൽ ഹുസ്നയൈൻ, രണ്ടാലൊരു നന്മയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നിരിക്കും ദുനിയാവിലെ ഹസനത്ത്, അല്ലെ ആഖിറത്തിലെ ഹസനത്ത്. എവിടെ പോയാലും ഞങ്ങൾക്ക് നഷ്ടം വരൂല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ ദുനിയാവിൽ നിന്ന് പോവാ, ഞങ്ങൾക്ക് അതിൽ ബേജാറൊന്നുമില്ല. ദുനിയാവിൽ നിന്നു, അതിലും ബേജാറില്ല. അപ്പൊ നിങ്ങളെ ആഗ്രഹം പോലെ ഞങ്ങളെ മരിപ്പിച്ചു നോക്കുക, എന്നാലും ഞങ്ങൾക്ക് ആഖിറത്തിൽ ഗുണാണ്.
ഞങ്ങൾ ആഗ്രഹം പോലെ കുറച്ചു കാലവും കൂടെ ആഫിയത്തോടെ ഞങ്ങൾക്ക് ദീർഘായുസ് കിട്ടി എന്ന് വെക്കുക. എന്നാലും ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങൾ അപ്പോൾ നരകത്തെ സ്വർഗത്തിലേക്കാ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത്. ഞങ്ങൾക്ക് ഭയമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അള്ളാഹു സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചേക്കാം. അങ്ങനെയാണെങ്കിലോ കമാനർജു, ഞങ്ങൾ ആഗ്രഹിക്കും പോലെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ദുനിയാവിലും ഹസനത്തായി. എങ്ങനെയായാലും ഫമയ്യുജീറുൽ കാഫിരീന, നന്ദി കെട്ടവർക്ക് ആരാണ് അഭയം നൽകുക? മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്. ഓ കാഫിറുകളെ, നിങ്ങൾ അവിടെ വെച്ച് വലയുമ്പോൾ അവിടെ വെച്ച് നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ടാകും? നിങ്ങൾ പറയേണ്ടതാണ്. അവിടെ വെച്ച് നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? ഇത് നിങ്ങൾ പറയണം. കണ്ടോ നിങ്ങൾ, നബിയെ നിങ്ങൾ പറയണം, അല്ലാഹു കാരുണ്യവാനാണ്, കരുണക്കടലാണ് തമ്പുരാൻ. ആമന്നാ ബിഹി, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈഹി തവക്കൽനാ, വരും പോലെ വരും, ഞങ്ങൾ അവനിൽ തവക്കുലാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊന്നും ഒരു പേടിയുമില്ല. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഫസതഅലമൂൻ, ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരായിരുന്നു വ്യക്തമായ പിഴവിലെന്ന്. നിങ്ങളെ ധാരണ ഞങ്ങളാണെന്നാണ് പിഴവിലുള്ള കക്ഷി, ഞങ്ങളെ വിശ്വാസം നിങ്ങളാണെന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനം കൊടുത്തത് അങ്ങനെയാണ്. നിങ്ങളുടെ ധാരണ ഞങ്ങളായിരുന്നു, ഞങ്ങളുടെ വിശ്വാസം നിങ്ങളാകുന്നു എന്ന്. കാരണം അവരുടേത് ധാരണ മാത്രമാണ്, നമ്മുടേത് വിശ്വാസം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ കാര്യം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താന്ന് നിങ്ങൾക്ക് നാളെ പരലോകത്തുനിന്നറിയാം. ഇങ്ങനെ അല്ലാഹു തആല താക്കീതുകൾ, ആ താക്കീതുകളുടെ മാലപ്പടക്കം ഇങ്ങനെ പൊട്ടിച്ച് അവസാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ. ഇതുവരെ പറഞ്ഞതിന്റെ താല്പര്യം എന്താ? രക്ഷയും ശിക്ഷയും അവന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. സർവ നിയന്ത്രണവും അവനാണ് നടത്തുന്നത്. നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാനാവില്ല. അവൻ വിചാരിച്ചതുപോലെ സംഗതികളൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ, ജസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രശ്നമായ വെള്ളം, കൂടുതലൊന്നും വേണ്ട. അവസാനത്തെ താക്കീത് അല്ലാഹു തരുന്നതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രശ്നമാണല്ലോ വെള്ളം. വെള്ളമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രശ്നമായ വെള്ളം അല്ലാഹു വറ്റിച്ചു കളഞ്ഞാൽ, ഇന്നസ്ബഹമാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളം ഭൂമിക്കടിയിലേക്ക് താണുപോയാൽ, ഒരു വെള്ളക്ഷാമമുള്ള കാലം നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾക്ക് പിക്കാസ് കൊണ്ട് കിളച്ചു മറിച്ച് നിങ്ങൾക്കൊരിക്കലും വെള്ളം കണ്ടെത്താൻ കഴിയില്ല. ഭൂമിയിലേക്ക് അല്ലാഹു താഴ്ത്തിക്കൊണ്ടുപോയാൽ, അല്ല ഇനി അതല്ലാത്ത വലിയ വലിയ അതിശക്തമായ മെഷീനുകളെ കൊണ്ട് നിങ്ങൾക്ക് വെള്ളം കണ്ടെത്താൻ കഴിയോ? അല്ലാഹു അങ്ങോട്ടൊരുങ്ങിയാൽ എത്ര കോല് താഴോട്ട് പോയാലും വെള്ളം കിട്ടില്ല. അല്ലാഹു വിചാരിച്ചാൽ നിങ്ങൾ എത്ര കുഴലടിച്ചാലും നിങ്ങൾ പരാജയപ്പെടും. കണ്ടോ നിങ്ങൾ, അന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനർത്ഥം കൊടുത്തു, അതിശക്തമായ മറ്റുപകരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയുള്ള പിക്കാസുകളെ കൊണ്ടോ നിങ്ങൾക്കൊരിക്കലും താഴോട്ട് പോയ വെള്ളത്തെ പിടികൂടാൻ കഴിയില്ല. എത്ര തന്നെ കുഴലടിച്ചാലും നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. അല്ലാഹു പറയാണ്, പല സ്ഥലത്തും നമ്മൾ അങ്ങനെയല്ലേ, കുഴലടിച്ചിട്ടും വെള്ളം കിട്ടുന്നില്ല, ഉസ്താദേ ദുആ ചെയ്യണം. എന്റെ പറമ്പിൽ കുഴലടിച്ചിട്ടും വെള്ളം കിട്ടുന്നില്ല. അല്ലാഹു തആല ഈ ദുരന്തങ്ങാനും വ്യാപകമായിട്ട് അങ്ങോട്ട് തന്നാൽ, മനുഷ്യവർഗത്തിന് തന്നാൽ, എന്തായിരിക്കും മനുഷ്യന് വരാനുള്ള ഗതികേട്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, പടച്ച റബ്ബെങ്ങാനും നിങ്ങളെ പിടിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല എന്നല്ല, തൊണ്ട വരണ്ട് ചാവേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക. അതാണ് അല്ലാഹു അവസാനം പറഞ്ഞത്, ഖുൽ അറഅയ്തും, നബിയേ നിങ്ങൾ പറയുക, അറഅയ്തും, ജനങ്ങളെ നിങ്ങൾ പറയുക, ഇന്നസ്ബഹ മാഉകും ഗൗറാ,
നിങ്ങളെ വെള്ളം ഭൂമിയിലേക്ക്, ആ വെള്ളമല്ലേ നിങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന പ്രശ്നം. ആ അടിസ്ഥാന പ്രശ്നമായ വെള്ളം ഭൂമിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നു പോയാൽ ഒഴുകുന്ന വെള്ളം, തോടായി ഒഴുകുന്ന, അതുപോലെ തന്നെ കിണറിൽ പൊങ്ങി വരുന്ന, കുഴലുകളിൽ പൊങ്ങി വരുന്ന ഈ വെള്ളം ആരാണോ നിങ്ങൾക്ക് വന്നു തരിക? പടച്ച റബ്ബ് അങ്ങോട്ട് കൈയൊഴിഞ്ഞാൽ അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, ഇതൊരു താക്കീതായി ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലൂടെ ധാരാളം താക്കീതുകൾ നമ്മളോടിതാ അള്ളാഹു പറഞ്ഞു. അതിന്റെ ഒക്കെ രത്ന ചുരുക്കം ഒന്നു മാത്രം. എന്ത് കണ്ടുപഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടറിയും, യാതൊരു സംശയവുമില്ല. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട്, ഇതാ ഒരു വലിയ വിഷയം. നിങ്ങൾക്ക് നാളെ പരലോകം കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖം അതും മ്ലാനമാകും. എല്ലാ മുഖങ്ങളും ദുഃഖിക്കാൻ തുടങ്ങും. എല്ലാ മുഖങ്ങളിലും ദുഃഖത്തിന്റേതായ പാടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ആ രംഗം വളരെ വലുതാണ്. ഞാൻ അവസാനമായി അത്തരം ഒരു ചിത്രം പറയണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. നാം വിചാരിക്കുന്നിടത്ത് നിന്നൊക്കെ സംഗതി പിടുത്തം വിട്ട് നമ്മുടെ കൺമുമ്പില് എല്ലാം നമ്മൾ വിചാരിച്ചതിനപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഖേദിക്കും. ആ ഖേദം എനിക്കും നിങ്ങൾക്കും പിടികൂടാതിരിക്കണമെങ്കിൽ, ആ ഖേദത്തിൽ നമുക്ക് ആ ഖേദം പിടികൂടുന്ന സമയത്ത് തൽക്കാലം മരിച്ച് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടെ നിന്ന് തന്നെ നടത്തണം. നാളെ പരലോകത്തെത്തുമ്പോൾ എല്ലാം കൺമുമ്പിൽ അങ്ങ് കാണുമ്പോൾ അതാ വബദാലുഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, അല്ലാഹുവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവർക്ക് പ്രകടമായി. ഇവിടുന്ന് വിചാരിച്ചതുപോലെയൊന്നുമല്ല, എല്ലാം വിചാരിച്ചതിനെതിരായിട്ട് അവിടെ അങ്ങോട്ട് സംഭവിക്കാൻ തുടങ്ങി. എന്തു ചെയ്യും? വബദാലുഹും സയ്യിആതു മാ കസബൂ, അവർ ചെയ്ത മുഴുവൻ തിന്മകളുടെയും ശിക്ഷകൾ അവർ അനുഭവിച്ചു, അവർക്ക് ബോധ്യപ്പെട്ടു. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ഖുർആൻ പ്രഭാഷണം നടക്കുമ്പോൾ, ഹദീസ് പഠനങ്ങൾ നടക്കുമ്പോൾ, വഅദുകൾ കേൾക്കുമ്പോൾ, ക്ലാസുകൾ കേൾക്കുമ്പോൾ അതിനെയൊക്കെ കൊച്ചാക്കലായിരുന്നു അവരുടെ പണി. ആ കൊച്ചാക്കിയതിന്റെയൊക്കെ തിക്തഫലം എന്ത് എന്ന് അവരിൽ ഇന്നിതാ അതിന്റെ തിക്തഫലങ്ങൾ അവരിൽ നേരിട്ടിറങ്ങിയിരിക്കുകയാണ്. വഹാഖ ബിഹിം മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഈ ഒരു രംഗം വരും. അവിടെ നമ്മൾ ഖേദിക്കും, റബ്ബിനോട് സങ്കടം പറയും. പക്ഷേ അള്ളാഹു പറയും, അങ്ങനെ പറഞ്ഞടാ, സങ്കടം ഒരിക്കൽ പറഞ്ഞു നിർത്തണ്ട. പറഞ്ഞോ ഉദുഉ സുബൂറൻ കസീറാ, ധാരാളം തവണ നീ നിന്റെ സങ്കടം പറഞ്ഞോ എന്ന് പറഞ്ഞ് നമ്മെ പരിഹസിക്കുന്ന ഒരു നിമിഷം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടെന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ടാവുന്നത് നല്ലതാണ് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക് അതർഹിക്കുന്ന ഗൗരവത്തിൽ അതിനെ സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് 15 ആയത്തുകള് നാം ഓടി പോവുകയാണ് ചെയ്തത്. ആദ്യത്തെ 1-2 ആയത്തുകൾ വിശദീകരിച്ചു, ബാക്കിയുള്ളത് വിശദീകരിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഇത്തരം താക്കീതുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ടത് നമ്മളിലുള്ള വേണ്ടാത്തരങ്ങളാണ് യഥാർത്ഥത്തില് ഇത്തരം താക്കീതുകൾക്ക് കാരണം എന്ന് പ്രത്യേകം നിങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു പ്രത്യേക അറിയിപ്പ്, ഒരു സന്തോഷകരമായ അറിയിപ്പ് നൽകാനുള്ളത്. ഇൻഷാ അല്ലാഹ് പറയാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല, ലൈന് കട്ടായില്ലെങ്കിൽ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഖമറുൽ ഉലമ കാന്തപുര ഉസ്താദ് എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ആവേശമാണ്. കാലം കാതോർക്കുന്ന കാന്തപുരം ഉസ്താദ് എല്ലാ വിഷയങ്ങളെയും മുസ്ലിമീങ്ങളുടെ തീരുമാനം എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് അങ്ങോട്ടാണ്. ആ മഹാനവറുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സിൽ ഒരു പക്ഷേ മൊബൈൽ ഫോണിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മെ ശബ്ദം കേൾപ്പിക്കും, പ്രഭാഷണം നടത്തും. സൗകര്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് ലൈന് ക്ലിയറായി കിട്ടിയാൽ അത് നടക്കുമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദുമായുള്ള മുണ്ടമ്പർ ഉസ്താദുമായുള്ള വലിയ ബന്ധം അതൊക്കെ യഥാർത്ഥത്തിൽ
ഇത്ര ചെറിയ ഒരു സദസ്സ് നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനാ വലിയ ഒരു മനുഷ്യൻ നമുക്കൊരു അവസരം തന്നെങ്കിൽ, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടെങ്കിലായി, ഏതായാലും കിട്ടിയാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് എന്ന് പ്രത്യേകം എല്ലാവരെയും ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഒരു പക്ഷേ ഉണ്ടാവുമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഈ പറഞ്ഞ താക്കീതുകളൊക്കെ നമ്മളിൽ നിന്ന് സംഭവിക്കാനുള്ള കാരണം അതും കൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നറിയോ? വ്യഭിചാരങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ, മദ്യപാനം നിയന്ത്രണം വിടുമ്പോൾ, ഭരണാധികാരികൾ അവർ അനീതി കാട്ടാൻ തുടങ്ങുമ്പോൾ, അപ്പോഴൊക്കെയാണ് ദുരന്തങ്ങൾ വരിക എന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് നേരെ ചൊവ്വേ ജീവിക്കാൻ വേണ്ടി പഠിക്കുക, ഒരു വിശ്വാസിയായി ജീവിക്കുക. വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന് സാധിക്കുക? ഒരു ഈത്തപ്പന മരത്തിന്റെ പ്രതിരോധ ശേഷിയോടെ നമുക്ക് നിൽക്കാൻ കഴിയണം. ഈത്തപ്പന മരം, അതാണ് വിശ്വാസിക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉദാഹരണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ സദസ്സിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുന നമ്മളുമായി സംസാരിക്കുന്നു. എല്ലാവരും കാതോർക്കുക. പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ മറ്റൊരാളോടും പ്രിയമുണ്ടാകാൻ പാടില്ല. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യ ഭർത്താക്കളെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, ആത്മമിത്രങ്ങളെക്കാൾ, അങ്ങനെ അഖില ലോക ചരാചരങ്ങൾ എല്ലാ വസ്തുക്കളെക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ രൂഢമൂലമായ യഥാർത്ഥ പ്രിയവും സ്നേഹവും ഉണ്ടാകുന്നതുവരെ ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിൻ ആകുന്നതല്ല. ആകയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളോട് സ്നേഹം കാണിക്കുകയും ചെയ്യുന്നത് ഈമാൻ നിലനിൽക്കുന്നതിന് അനിവാര്യമാണ്. അങ്ങനെ സ്നേഹം ഉണ്ടാവുകയും പ്രിയമുണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണങ്ങളും എടുത്തു പറയും, പ്രശംസിക്കുമെന്നത് തീർച്ചയാണ്. അത് സത്യവിശ്വാസിയുടെ അടയാളമാണ്. ആ അടയാളം വളരെ വ്യക്തമായി പ്രകടിപ്പിക്കപ്പെട്ട ഒന്നാണ് ഇമാം മുഹമ്മദുൽ ബൂസരി തങ്ങളുടെ ദൂത എന്ന കവിത. ലോകപ്രസിദ്ധമായ ഈ കവിതയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ആയിരക്കണക്കിന് അറിവുകൾ ഒരുമിച്ച് കൂട്ടിയ കവിതയാണ് ബുറുദ. അല്ലാഹു തആല ആ ബുറുദയിലൂടെ അതുപോലെ മറ്റു കവിതകളിലൂടെയും ഗദ്യങ്ങളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയം വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ ബുറുദാസംഘം സദസ്സിലെത്തിയിട്ടുണ്ട്. അവർ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് വേദിയിലെത്തും. അപ്പോഴേക്ക് പ്രഭാഷണം അവസാനിപ്പിക്കാനുള്ളതുകൊണ്ട് ഞാൻ കടന്നു വന്നിരുന്ന വിഷയം അത് വിശദീകരിക്കാൻ സമയമല്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിനോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിൽ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. വിശ്വാസിക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമുണ്ട്. ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു മരത്തോടൊരു വിശ്വാസിയെ വേണമെങ്കിൽ ഉപമിപ്പിക്കാം. അപ്പോൾ സദസ്യരെല്ലാവരും കാടുകയറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏതു മരമാണ്, ഏതു മരമാണ്, ഏതു മരമാണ്. ഒരു വിശ്വാസിക്ക് അവന്റെ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ ഒരിക്കലും ആർക്കും ഉപദ്രവകരമാകില്ല. ആ രൂപത്തിലുള്ള ഒരു മരം ഏതാണ് എന്ന് ചിന്തിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് തന്നെ അതിന് അവസാനം ഉത്തരം പറഞ്ഞു, ഇന്നഹാ ഷജറത്തുൻ നഖ്ല, അത് ഈത്തപ്പന മരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഈത്തപ്പന മരം അതായിരുന്നു അതിന്റെ ഉത്തരം എന്ന് എനിക്ക് അന്ന് അറിയാമായിരുന്നു എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ തന്റെ വാപ്പ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ചെറിയൊരു പയ്യനായപ്പം വലിയ മഹാന്മാരൊക്കെ അതിന് ഉത്തരം പറയാൻ വിഷമിച്ചു നിൽക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയുന്നത് അവർക്കൊരു മോശമല്ലേ എന്ന് കരുതി ഞാനത് പറഞ്ഞില്ല മോനെ എന്ന് സ്വന്തം വാപ്പയോട് ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ അന്ന് നീ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ സന്തോഷം അതായിരുന്നു. കാരണം എന്റെ മോനാണല്ലോ അതിന് ഉത്തരം പറഞ്ഞത്, അത് എനിക്കും ഒരു ക്രെഡിറ്റ് ആയിരുന്നല്ലോ മോനെ. ഇൽമിലുള്ള മുന്നേറ്റം അത് നീ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചോ, അതിന് കുഴപ്പമില്ല, നിനക്ക് കാണിക്കാമായിരുന്നു മോനെ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏതാവട്ടെ വിഷയം, ഈ ഈത്തപ്പന മരത്തോട് അള്ളാഹുവിന്റെ ഹബീബിനെ ഉപമിപ്പിക്കാനുണ്ടായ കാരണം ഈത്തപ്പന മരം പ്രതിരോധശേഷി കൂടിയ മരമാണ് എന്നതുകൊണ്ടാണ്. കാരണം ഇത് വളരുന്നത് മണലാരണ്യത്തിലാണ്. അവിടുത്തെ വെയിലിൽ ഇതിന് പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണാണെങ്കിലോ മണൽ ഭൂമിയാണ്, എപ്പോഴോ അത് വീണു പോകണം. ശക്തമായ കാറ്റടിക്കുമ്പോ ഇത് കടപുഴകി വീഴണം, വെയിലത്തുണങ്ങിപ്പോകണം. പക്ഷെ ഈത്തപ്പന മരം അതെന്നും അതിന്റെ ഐഡന്റിറ്റി നിലനിർത്തുന്ന മരമാണ്. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന മിനശ്ശജരി ശജറതൻ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് കേട്ടോ, ലാ യസ്ഖുതു വറഖുഹ, അതിന്റെ ഐഡന്റിറ്റി ഒരിക്കലും തകരില്ല. ഇല എന്നും പച്ചയായി നിലനിൽക്കും, എന്നും അതിന്റെ പച്ചപ്പ് നിലനിൽക്കും. അങ്ങനെയുള്ള ഒരു വൃക്ഷമുണ്ട്, അതാണ് വിശ്വാസിയുടെ ഉദാഹരണം. അങ്ങനെ ലക്ഷണവും കൂടെ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം ഇന്ന് അതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിന്റെ അഗാധമായ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈത്തപ്പനയെ കുറിച്ച് എന്തുകൊണ്ടാണ് രണ്ട് പ്രതികൂല സാഹചര്യത്തിലും ഇത് പിടിച്ചു നിൽക്കാൻ കാരണമെന്ന് പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? ഈത്തപ്പന മരത്തിന് പ്രതിരോധശേഷി കൂടുതലാണ്. എന്താ പ്രതിരോധശേഷി കൂടാൻ കാരണം? ഈത്തപ്പന മരത്തിന്റെ വേര്, താഴ്വേര് ഭൂമിയിലേക്ക് വളരെ ദൂരം താഴോട്ട് സഞ്ചരിക്കുകയാണ്. വെള്ളം കിട്ടോളം വേര് നീണ്ടുപോകും. വെള്ളം തേടിയുള്ള ഈ ഓട്ടത്തിൽ താഴോട്ട് വേരോടിപ്പോകുന്തോറും മുകളിൽ കാറ്റടിച്ചാൽ വീഴാതിരിക്കാനുള്ള പിടുത്തം ഭൂമിയിൽ ഇതിനുണ്ടായി കിട്ടുന്നു. അപ്പൊ ഒരേ കാരണം കൊണ്ട്, താഴ്വേരുണ്ടായി എന്ന കാരണം കൊണ്ട് വെള്ളമില്ലാത്ത പ്രശ്നവും തീർന്നു, കാറ്റടിച്ചാൽ വീഴുന്ന പ്രശ്നവും തീർന്നു. ഇതേ രൂപത്തിലാണ് ഒരു വിശ്വാസി. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല മരം പോലെയാണ് അവന്റെ ഉദാഹരണം. അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ, അതിന്റെ ആ അടിഭാഗം ഭൂമിയിലേക്ക് വേരോട്ടമുള്ളതാണ്. അസ്ലുഹാ സാബിത്തുൻ വ ഫർഉഹാ ഫിസ്സമാ,
ചില്ലകൾ മുകൾ ഭാഗത്തേക്ക് പടർന്നു കിടക്കുകയാണ്. അങ്ങനെയുള്ള മരം, ആ വേരോട്ടം അതുണ്ടായത് കൊണ്ടാണ് ആ മരം നിൽക്കുന്നത്. എന്നതുപോലെ വിശ്വാസിക്ക് അവന്റെ വേരോട്ടം, ഹൃദയത്തിലുള്ള ഈമാനിന്റെ വേരോട്ടം അതുണ്ടെങ്കിലേ ഈ പറഞ്ഞതൊക്കെ തലയിൽ കയറൂ, അവനെ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയൂ, അള്ളാഹുവിന്റെ താക്കീതുകളെ കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് ആ ഉമ്മമാരോട് പറഞ്ഞത്, തായ് വേര് ദുഷിച്ചു കഴിഞ്ഞാൽ എല്ലാം ദുഷിക്കും ഉമ്മമാരെ. അതുകൊണ്ട് വീട് നന്നാവണം, നമ്മളെ മക്കള് നന്നാവണം. നാളത്തെ നമ്മുടെ ഭാവിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കള്. ആ മക്കളെ നന്നാക്കാൻ വേണ്ടി അവർക്ക് നല്ല സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണമെന്ന് മാത്രം വസിയ്യത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നലെയും മിനിയാന്നും ഇന്നുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് സൂറത്തുൽ മുൽക്കിന്റെ വിശദീകരണമാണ്. ആ 3 സീഡികളും ഇൻഷാ അല്ലാഹ് 6 സീഡികൾ ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ വൈകാതെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. ഇവിടെയല്ല, പുറം നാടുകളിലേക്കും കൂടെ അത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നത്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു.